ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2015 പുറത്തിറങ്ങിയ ഒരു ഹൊറർ മിസ്റ്ററി ത്രില്ലർ മൂവി ആയിട്ടുള്ള ദി ഇൻഎറിസിബിൾ എന്ന് പറഞ്ഞിട്ടൊരു ജാപ്പനീസ് മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സാധാരണ നമ്മൾ കാണുന്ന എല്ലാ ഹൊറർ സ്റ്റോറികളിലും ഒരു ബാക്ക് സ്റ്റോറി ഉണ്ടാവും, ഇതിനെന്താണ് കാരണം എന്നുള്ളത്. പക്ഷേ ഈ ഒരു മൂവിയിൽ അങ്ങനെയല്ല, ഒരു പ്രത്യേകതയുണ്ട്. അതെന്താണെന്ന് നിങ്ങൾ ഈ ഒരു മൂവിയുടെ പാതി എത്തുമ്പോഴത്തേക്കും മനസ്സിലാവും. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റോറിയാണ്, അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ ഇനിയും കൂടുതലായിട്ടും പറഞ്ഞിട്ട് ആ ഒരു ഇൻട്രസ്റ്റ് കളയുന്നില്ല, നമുക്ക് എന്തായാലും നേരെ സ്റ്റോറിയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ഈ മൂവിയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ ഒരു ചെറിയ പയ്യൻ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് എവിടെ നിന്നോ ഒരു ശബ്ദം കേൾക്കുന്നു, ആരോ സംസാരിക്കുന്നത് പോലെയെല്ലാം. അങ്ങനെ ആ ഒരു ശബ്ദം കേട്ട് അവ പെട്ടെന്ന് എഴുന്നേറ്റ് റൂമിന് വെളിയിലേക്ക് ആ ഒരു ശബ്ദം കേൾക്കുന്ന ഭാഗത്തേക്ക് നടന്നു പോവാണ്. സത്യം പറഞ്ഞാൽ ഈ ഒരു ചെറിയ പയ്യന്റെ വീടല്ല കേട്ടോ, ഇത് ഒരു ഐലൻഡിലുള്ള അവന്റെ റിലേറ്റീവിന്റെ വീടാണ്. വെക്കേഷന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീട്ടിലേക്ക് അവൻ വന്നത്. അങ്ങനെ അവനായാലും പതിയെ നടന്ന് ആ ഒരു ശബ്ദം കേൾക്കുന്ന റൂമിന്റെ അടുത്തേക്ക് വന്നിട്ട് ആ ഡോർ അങ്ങനെ തുറന്ന് നോക്കുന്നതും അതിനകത്ത് കാണിക്കുമ്പോൾ ആഹാ, ഒരു കരിഞ്ഞ രൂപം. അങ്ങനെ ആ ഒരു ചെറിയ പയ്യന്റെ അടുത്തേക്ക് വന്ന് അവനെ പിടിക്കാനായിട്ട് ശ്രമിക്കുന്നു. പെട്ടെന്ന് ആ ഒരു സീൻ കട്ട് ചെയ്തിട്ട് അടുത്ത സീനിൽ കാണിക്കുമ്പോഴത്തേക്കും ഇപ്പോൾ ഒരു റെസ്റ്റോറന്റ് ആണ് കാണിക്കുന്നത്. അവിടെയാണ് നമ്മുടെ ഈ മൂവിയിലെ ഹീറോയിൻ ആയിട്ടുള്ള ഐനെ കാണിക്കുന്നത്. ഇത്രയും നേരം നമ്മൾ കണ്ട ആ ഒരു കാര്യം ഉണ്ടല്ലോ, അത് സത്യം പറഞ്ഞാൽ ഹീറോയിൻ അവളുടെ മുന്നിലിരിക്കുന്ന ആ ഒരു ലേഡിയോട് പറയുന്ന ഒരു സ്റ്റോറിയാണ്. സത്യം പറഞ്ഞാൽ നമ്മുടെ ഹീറോയിൻ ഒരു എഴുത്തുകാരിയാണ്, അതും ഈ ഒരു ഹൊറർ സ്റ്റോറികളൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെയുള്ള സ്റ്റോറികളൊക്കെ എഴുതുന്ന ആള്. അപ്പോൾ ഓപ്പോസിറ്റിലിരിക്കുന്ന ആ ഒരു ലേഡിയാണ് ഹീറോയിൻ എഴുതുന്ന കഥകളെല്ലാം പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ മുന്നിലിരിക്കുന്ന ആ ഒരു ലേഡിയെ നമുക്ക് എന്തായാലും ജി എന്ന് വിളിക്കാം, കുറച്ചുകൂടി എളുപ്പം അതായിരിക്കും. അപ്പോൾ നമ്മുടെ ഹീറോയിൻ പറയും, ഞാനിപ്പോൾ പുതിയൊരു കഥയിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറയുന്നതും ജി ആണെങ്കിലും കുറച്ച് ലെറ്ററുകൾ ഹൈക്ക് ഇങ്ങനെ കൊടുക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹീറോയിൻ്റെ ആ ഒരു വായനക്കാരുണ്ടല്ലോ, അവരാണ് ഹീറോയിന് വേണ്ടിയിട്ട് ഈ ഒരു ലെറ്ററുകളെല്ലാം എഴുതുന്നത്. അതുമല്ല, അവരാണെങ്കിലും ഈ ലെറ്റർ അയക്കുമ്പോഴത്തേക്കും അവരുടെ ജീവിതത്തിൽ സംഭവിച്ച അമാനുഷികമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു ലെറ്ററിൽ എഴുതി കൊടുക്കും. അപ്പോൾ അതെല്ലാം ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ഹീറോയിൻ ആയാലും ഹൊറർ സ്റ്റോറികളൊക്കെ അധികമായിട്ട് എഴുതുന്നത്. അങ്ങനെ ഹീറോയിൻ ആ ഒരു ലെറ്ററുകളെല്ലാം എടുത്തിട്ട് നേരെ വീട്ടിലേക്ക് വന്ന് അതെല്ലാം വായിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കാണ് അതിലൊരു ലെറ്റർ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നു. അതിലാണെങ്കിൽ ഒരു ഫോട്ടോ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലെറ്റർ അയച്ചത് കോബോ എന്ന് പറഞ്ഞിട്ട് ഒരു കോളേജ് സ്റ്റുഡൻ്റ് ആണ്. അങ്ങനെ നമ്മുടെ ഹീറോയിൻ ആയാലും ആ ഒരു ലെറ്റർ ഇങ്ങനെ വായിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കാണ് കോബോ എന്ന് പറഞ്ഞ ആ ഒരു പെൺകുട്ടിയെ കാണിക്കുന്നത്. സത്യം പറഞ്ഞാൽ അവൾ ഒരു എഞ്ചിനീയറിംഗ് സ്റ്റുഡൻ്റ് ആണ്. ആദ്യത്തെ ഒരു വർഷം അവൾ കോളേജ് ഹോസ്റ്റലിലാണ് താമസിച്ചിരുന്നത്. പക്ഷെ പിന്നീട് ഒറ്റയ്ക്ക് താമസിക്കണമെന്നുള്ള രീതിയിൽ ഒരു അപ്പാർട്ട്മെന്റിൽ 202 റൂമിൽ അവൾ താമസിക്കാൻ തുടങ്ങി. പക്ഷെ അവിടെയാണ് പ്രശ്നം തുടങ്ങുന്നത്. അവൾ ആ ഒരു റൂമിൽ താമസിക്കാൻ തുടങ്ങിയതിന് ശേഷം ആ ഒരു റൂമിൽ നിന്ന് പ്രത്യേക തരത്തിലുള്ളൊരു സൗണ്ട് കേൾക്കുന്നു. അതും ഒരു തുണി എടുത്തിട്ട് തറയിൽ തേച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും, അതേപോലെയുള്ളൊരു സൗണ്ടാണ്. അവൾ ആ റൂമിലെ സൗണ്ട് കേൾക്കുന്ന ഭാഗങ്ങളിലെല്ലാം ചെന്ന് നോക്കുമ്പോഴെല്ലാം അവിടെ ഇങ്ങനെ ആരെയും കാണാനില്ല. അതുകൊണ്ട് തന്നെ അവൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ഒരു സൗണ്ട് കേൾക്കുന്ന റൂമുണ്ടല്ലോ, അതിൻ്റെ ഒരു ഫോട്ടോ അങ്ങ് എടുക്കും. ഫോട്ടോ എടുക്കുമ്പോഴത്തേക്കാണ് അതിൽ ചെറിയ ചെറിയ സർക്കിളുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുന്നത്. അപ്പോൾ ആ ഒരു ഫോട്ടോയാണ് നമ്മുടെ ഹീറോയിൻ ഇപ്പോൾ അയച്ചു കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഹീറോയിൻ ഇത് വായിക്കുന്ന അതേ സമയത്ത് അവളുടെ ഭർത്താവ് വന്നിട്ട് ഹേയ്, എന്താ ഒരു ഫോട്ടോയിൽ ഡോട്ട് ഡോട്ടായിട്ടെല്ലാം കാണുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇത് ക്യാമറ ലെൻസ് നല്ലതുപോലെ വൃത്തിയായി കാണത്തില്ല, അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഡോട്ടെല്ലാം വന്നിട്ടുള്ളത് എന്നിങ്ങനെ പറയുന്നതും ഹീറോയിൻ്റെ ഭർത്താവാണെങ്കിൽ കുറച്ച് പേപ്പറെല്ലാം എടുത്ത് ഇങ്ങനെ കാണിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരും കൂടി ചേർന്നിട്ട് ഒരുപാട് വർഷമായിട്ട് സ്വന്തമായിട്ടൊരു സ്ഥലം വാങ്ങി അവിടെ ഒരു വീട് വെക്കണമെന്ന് ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഹീറോയിനെ കാണിക്കുന്നത്. അപ്പോൾ ഹീറോയിൻ പറയും, ശരി ഇതെല്ലാം നിങ്ങൾ തന്നെ നോക്കിക്കോ, എനിക്ക് കുറച്ച് ജോലിയുണ്ട് എന്ന് പറഞ്ഞിട്ട് കൂബോയുടെ ആ ഒരു സ്റ്റോറിയിലേക്ക് തന്നെ പോവാണ്. അങ്ങനെ കാണിക്കുമ്പോഴത്തേക്കും ഈ ഒരു സൗണ്ട് തുടർച്ചയായിട്ട് വീണ്ടും കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ദിവസം വന്നിട്ട് അവൾ ആ ഒരു റൂമിന്റെ ഡോർ പെട്ടെന്ന് ഇങ്ങനെ തുറക്കുന്നതും കാണിക്കുമ്പോഴത്തേക്കും അതിനകത്ത് നിന്നൊരു തുണി ആ ഒരു വലിച്ചെടുത്തുകൊണ്ട് പോകുന്നത് പോലെ ഇങ്ങനെ കാണുന്നുണ്ട്. സത്യത്തിൽ ഈ ഒരു തുണി എന്താണെന്ന് വെച്ചാൽ കിമോണോ എന്ന് പറഞ്ഞിട്ട് ഇവരുടെ നാട്ടിലെ പാരമ്പര്യമായിട്ട് സ്ത്രീകൾ ഉടുക്കുന്ന ഒരു തുണിയാണത്. ആ ഒരു തുണിയാണ് ആ റൂമിൽ വലിച്ചുകൊണ്ട് പോകുന്നത് പോലെ അവൾ കണ്ടത്. ആ ഒരു കാര്യം ഈ ഒരു ലെറ്ററിൽ എഴുതിയിട്ടുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി, അതെന്താണെന്ന് വെച്ചാൽ കിമോണോ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള തുണി ഉണ്ടല്ലോ, അത് തറയിൽ ഇങ്ങനെ വലിച്ചുകൊണ്ട് പോകുന്ന അളവിനൊന്നും ഉണ്ടാവത്തില്ല. ഞാൻ വിചാരിക്കുന്നത് ആരെങ്കിലും ഒരാള് ആ ഒരു തുണി എടുത്തിട്ട് മരിക്കാൻ വേണ്ടി തൂങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു രീതിയിൽ ആ ഒരു തുണി ഇങ്ങനെ വീഴത്തുള്ളൂ എന്ന് ആ ഒരു ലെറ്ററിൽ ഇങ്ങനെ എഴുതുന്നതും ഈ ഒരു കാര്യം വായിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോയിൻ ഒരു കാര്യം മനസ്സിലാക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ കുറെ നാളുകൾക്ക് മുന്നേ ഇതുപോലെ തന്നെ ഒരു സ്റ്റോറി, ഇതുപോലെ നമ്മുടെ ഹീറോയിൻ അയച്ച കുറച്ച് ലെറ്ററുകളിൽ ഒരാളും ഈ സെയിം സ്റ്റോറി തന്നെ എഴുതിയിട്ടുണ്ട്. ഇതേപോലെ വീടിനകത്ത് താമസിക്കുമ്പോഴത്തേക്കും ശബ്ദം കേട്ടതുപോലെ. അങ്ങനെ ഈ ഒരു കാര്യം പെട്ടെന്ന് നമ്മുടെ ഹീറോയിന് ഓർമ്മ വരുന്നതും ആ ഒരു ലെറ്റർ പെട്ടെന്ന് തന്നെ നമ്മുടെ ഹീറോയിൻ കണ്ടുപിടിച്ചിട്ട് ഇത് രണ്ടും എടുത്ത് വെച്ച് നോക്കുമ്പോഴത്തേക്കാണ് കോബോ താമസിക്കുന്ന അതേ അപ്പാർട്ട്മെന്റ് തന്നെയാണത്. അപ്പൊ ആ ഒരു ലെറ്ററിൽ ഒരു സ്ത്രീയാണ് ഈ ഒരു സ്റ്റോറി നമ്മുടെ ഹീറോയിൻ അയച്ചിട്ടുള്ളത്. ആ ഒരു സ്ത്രീ ആണെങ്കിൽ ഇതേ അപ്പാർട്ട്മെന്റിൽ 405 റൂമിലാണ് താമസിക്കുന്നത്. ഇതാണെങ്കിൽ കോബോ ഇപ്പൊ താമസിക്കുന്ന ആ ഒരു റൂമുണ്ടല്ലോ, അതിന് നേരെ മുകളിലുള്ള റൂമാണ്. ആ ഒരു റൂമിൽ ആ ഒരു കുടുംബം താമസിക്കാൻ വന്നതിന് ശേഷം ഇതുപോലെ സൗണ്ട് കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ അവരുടെ മകളാണെങ്കിൽ ഏത് സമയവും ആ റൂമിലെ സീലിംഗിൽ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയും ചെയ്യുന്നു. അതുമല്ലാതെ ഒരു ദിവസം ആ ഒരു ചെറിയ പെൺകുട്ടിയാണെങ്കിൽ അവളുടെ പാവയുണ്ടല്ലോ
ഒരാളെ തൂക്കി കൊല്ലുമ്പോഴത്തേക്ക് ആ ഒരു കയറിൽ കെട്ടി തൂക്കി ഇങ്ങനെ ആട്ടുമല്ലോ, ആ ഒരു രീതിയിൽ ആ ഒരു ചെറിയ പെൺകുട്ടി ഈ ഒരു പാവ വെച്ച് അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ സംഭവിച്ചതിന് ശേഷമാണ് ആ ഒരു ലേഡി നമ്മുടെ ഹീറോയിൻ ഈ ഒരു ലെറ്റർ തന്നെ അയച്ചിട്ടുള്ളത്. പക്ഷേ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരുടെ റൂമുകൾ ഒരു റൂമല്ല, രണ്ടും രണ്ട് റൂമുകളാണ്. പിന്നെ എങ്ങനെയാണ് ഒരേ ശബ്ദം ഈ രണ്ട് റൂമിൽ കേൾക്കുന്നത് എന്ന് നമ്മുടെ ഹീറോയിൻ ആലോചിക്കുമ്പോഴത്തേക്കാണ് മനസ്സിലാവുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ഒരു റൂമിലല്ല, ആ ഒരു അപ്പാർട്ട്മെന്റിലാണ് ഈ ഒരു പ്രശ്നമുള്ളത്. അങ്ങനെ ഈ ഒരു സ്റ്റോറിയിൽ നമ്മുടെ ഹീറോയിനെ കുറിച്ച് ഇൻട്രസ്റ്റ് കൂടുന്നതും ഹീറോയിൻ ഇപ്പോൾ കൂബയായിട്ട് ചാറ്റ് ചെയ്യാണ്. എന്നിട്ട് അവളോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആ മുകളിലത്തെ റൂമിൽ താമസിച്ച ആ ഒരു അമ്മയും കുടുംബം ഉണ്ടല്ലോ, ആ ഒരു കുടുംബത്തെ പറ്റിയും ആ ഒരു റൂമിനെ പറ്റിയും നല്ല ഇതിൽ അന്വേഷിക്കാൻ പറയും. അങ്ങനെ കൂബോയാലും അടുത്ത ദിവസം തന്നെ ആ ഒരു റൂമിലേക്ക് ചെന്നിട്ട് അവിടെ ആരെങ്കിലും ഉണ്ടോ എന്നിങ്ങനെ അന്വേഷിക്കുമ്പോഴത്തേക്കാണ് ആ ഒരു ലേഡിയും കുടുംബവും കഴിഞ്ഞ വർഷം തന്നെ ഈ ഒരു പേടി കാരണം ഈ ഒരു അപ്പാർട്ട്മെന്റ് വിറ്റ് മറ്റൊരു സ്ഥലത്തേക്ക് മാറിയെന്ന് പറയും. അപ്പൊ അതിനെപ്പറ്റി കൂടുതലായിട്ട് അന്വേഷിക്കാനായിട്ട് നമ്മുടെ ഹീറോയിൻ കുബയോട് പറയുമ്പോഴത്തേക്കും അവളാണെങ്കിലും അടുത്തുള്ള അപ്പാർട്ട്മെന്റ് അവിടെ താമസിക്കുന്നവര് ഇവരോട് എല്ലാവരോടും ഈ ഒരു അപ്പാർട്ട്മെന്റിൽ ഇതിനു മുന്നേ അമാനുഷികമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും മരണമോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നൊക്കെ തിരക്കുമ്പോഴത്തേക്കും അങ്ങനെയുള്ള സംഭവങ്ങൾ നടന്നതായിട്ട് അവിടെയുള്ള ആർക്കും അങ്ങനെ അറിയത്തില്ല എന്ന് അവർ പറയും. അപ്പോഴേക്കും നമ്മുടെ ഹീറോയിൻ ചോദിക്കും, അല്ല ഞാൻ താമസിക്കുന്ന ആ ഒരു റൂമിൽ എനിക്ക് മുന്നേ ആരാ താമസിച്ചിരുന്നേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ, നിനക്ക് മുന്നേ ഒരു പയ്യനായിരുന്നു അവിടെ താമസിച്ചിരുന്നത്, പക്ഷെ എന്ത് പ്രശ്നമാണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല, 6 മാസം മാത്രമേ അവൻ താമസിച്ചിരുന്നുള്ളൂ, അത് കഴിഞ്ഞിട്ട് അവൻ റൂം മാറി പോയിരുന്നു എന്നവർ പറയുന്നതും നമ്മുടെ കൂബ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ഒരു അപ്പാർട്ട്മെന്റിൽ ഒരു ഓഫീസുണ്ട്, അവിടേക്ക് ചെന്നിട്ട് ഈ ഒരു അപ്പാർട്ട്മെന്റിൽ ഇതേപോലെ മരണങ്ങളോ സൂയിസൈഡോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നെല്ലാം തിരക്കുമ്പോഴത്തേക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവിടെ നടന്നിട്ടില്ല എന്നാണ് അവരും പറയുന്നത്. അപ്പോൾ ഇവർ വിചാരിച്ചതുപോലെ ഒരു കാര്യങ്ങൾ അവിടെ നടന്നിട്ടില്ല, എന്താ ഇങ്ങനെയല്ല സംഭവിക്കുന്നത് എന്നുള്ള രീതിയിൽ കൂബോ നേരെ അവളുടെ റൂമിലേക്ക് നടന്നു വരുമ്പോഴത്തേക്കാണ് അവളുടെ റൂമിനടുത്തായിട്ട് തന്നെ മറ്റൊരു കുടുംബം ഇപ്പോൾ താമസിക്കാൻ വന്നിട്ടുണ്ട്. ഒരു ഭാര്യ, ഭർത്താവ്, അവരുടെ മകൻ. അപ്പോഴേക്കും ആ ഒരു ഭർത്താവ് നേരെ നമ്മുടെ കോബോയുടെ അടുത്തേക്ക് വന്നിട്ട്, അല്ല മോളെ, ഈ ഒരു അപ്പാർട്ട്മെന്റിൽ എന്തെങ്കിലും കുഴപ്പമല്ല സംഭവിച്ചിട്ടുണ്ടോ, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അല്ല ഇത്രയും ചീപ്പായിട്ടുള്ള റേറ്റിൽ ഞങ്ങൾക്ക് ഈ ഒരു അപ്പാർട്ട്മെന്റ് കിട്ടി അതുകൊണ്ടാണ് ചോദിച്ചെന്ന് പറയുന്നതും കൂബോ പറയും, അങ്ങനെ ഒരു കുഴപ്പമൊന്നുമില്ല, എനിക്ക് അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഞാനിപ്പോൾ മാനേജ്മെന്റിനോടൊക്കെ പോയി ചോദിച്ചിട്ട് വന്നു, ഒരു കുഴപ്പമില്ല എന്നാണ് അവർ പറയുന്നത് എന്ന് പറയുന്നതും അവർക്കും ഒക്കെ സന്തോഷമായിട്ട് അവർ നേരെ അവിടെ താമസിക്കാണ്ട് ചെല്ലുകയാണ്. അതുപോലെ ഈ ഒരു കാര്യങ്ങളെല്ലാം നമ്മുടെ കൂബോ ഹീറോയിന് മെസ്സേജും അയക്കുന്നുണ്ട്. അതേസമയം നമ്മുടെ ഹീറോയിനെ കാണിക്കുമ്പോഴത്തേക്കും അവളുടെ ഭർത്താവും ആ ഒരു വീട് വെക്കണമെന്ന് പറഞ്ഞിരുന്നല്ലോ, അതിനു വേണ്ടിയിട്ട് അവർ നല്ലൊരു സ്ഥലം ഇങ്ങനെ കാണുകയും ചെയ്യുന്നു. അതേസമയം ഇവിടെ നമ്മുടെ കൂബയെ കാണിക്കുമ്പോൾ അവളുടെ റൂമിൽ ഇതിനു മുന്നേ താമസിച്ചത് ആരാണെന്നുള്ള കാര്യം അവൾ എങ്ങനെയൊക്കെ കണ്ടുപിടിച്ചു. ആ താമസിച്ചിരുന്ന പയ്യന്റെ പേര് കിച്ചിക്കാവോ എന്നാണ്. അതുപോലെ അവൻ ഇപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ ജോലി ചെയ്യുന്നുള്ള കാര്യം കൂടി അവൾ മനസ്സിലാക്കിയിട്ട് നേരെ അവിടേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് ഒരു കാര്യം അവൾ മനസ്സിലാക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ കിച്ചിക്കാവോ എന്ന് പറഞ്ഞ ആ ഒരു പയ്യൻ നല്ലൊരു പയ്യനായിരുന്നു, ഒരു കുഴപ്പമില്ലാതെയായിരുന്നു അവൻ ജീവിച്ചിരുന്നത്. പക്ഷേ കുറച്ച് നാളുകൾക്ക് മുന്നേ എന്തോ ഒരു ഭ്രാന്തി പിടിച്ചതുപോലെ അവന്റെ പെരുമാറ്റമെല്ലാം ആ ഒരു രീതിയിലായിരുന്നു. പിന്നീട് അവൻ സൂയിസൈഡ് ചെയ്ത് മരിക്കുമായിരുന്നു എന്നുള്ള കാര്യം അയാൾ കൂബോയോട് ഇങ്ങനെ പറയുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ കൂബോയ്ക്ക് നല്ല ഷോക്കായി, എന്താ അവൻ തൂങ്ങി മരിച്ചെന്നു. പക്ഷെ ഒരിക്കലും അവൻ നമ്മുടെ ഹീറോയിൻ താമസിച്ച ആ ഒരു അപ്പാർട്ട്മെന്റിലല്ല തൂങ്ങി മരിച്ചിട്ടുള്ളത്. 6 മാസം മാത്രമേ ആ ഒരു അപ്പാർട്ട്മെന്റിൽ അവൻ താമസിച്ചിട്ടുള്ളൂ. അത് കഴിഞ്ഞ് അവൻ മറ്റൊരു സ്ഥലത്തേക്ക് മാറിയിട്ട് അവിടെ വെച്ചാണ് തൂങ്ങി മരിച്ചിട്ടുള്ളത്. അങ്ങനെ ആ ഒരു അപ്പാർട്ട്മെന്റിന്റെ അഡ്രസ് അവൾ കണ്ടുപിടിച്ചിട്ട് കൂബോ നേരെ അവിടേക്ക് ചെല്ലുമ്പോഴത്തേക്കും അവിടെ വയസ്സായിട്ടുള്ള ഒരു അമ്മൂമ്മയാണ് ഈ ഒരു അപ്പാർട്ട്മെന്റ് തന്നെ നടത്തിക്കൊണ്ട് പോകുന്നത്. അങ്ങനെ ആ ഒരു മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെന്നിട്ടായാലും അവൾ അതേ കാര്യം തന്നെയാണ് ചോദിക്കുന്നത്. കിച്ചിക്കാവോ എന്ന് പറഞ്ഞ ആ ഒരു പയ്യനെ പറ്റി ചോദിക്കുമ്പോൾ ആ ഒരു മുത്തശ്ശി പറയുന്നതും സെയിം കാര്യം തന്നെയാണ്. വളരെ നല്ലൊരു പയ്യനായിരുന്നു, ഒരു പാവം പയ്യൻ, പക്ഷെ എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല പെട്ടെന്നൊരു ദിവസം അങ്ങനെ ഒരു കാര്യം ചെയ്യുമായിരുന്നു എന്ന് പറയുന്നതും കൂബോ ചോദിക്കും, അല്ല അവൻ മരിക്കുന്നതിന് മുന്നേ എന്തെങ്കിലും കണ്ടതായിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ അമാനുഷ്യയുടെ എന്തെങ്കിലും ശബ്ദം കേട്ടതായിട്ടോ ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അപ്പോഴാണ് ആ ഒരു മുത്തശ്ശി പറയുന്നത്, അതെ അങ്ങനെ ഒരു കാര്യം സംഭവിച്ചിരുന്നു. അവ ഇവിടെ താമസിക്കാൻ വന്നതിന് ശേഷം കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ചെറിയ കുട്ടികളുണ്ടോ, എപ്പോഴും അവർ കരയുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുമായിരുന്നു. അതുപോലെ മരിക്കുന്നതിന് തലേ ദിവസം ഒരു കാര്യം കൂടി സംഭവിച്ചു എന്ന് പറയുന്നതും അതെന്താണെന്ന് കാണിക്കുമ്പോൾ ആ ഒരു ദിവസം രാത്രിയിൽ ഈ മുത്തശ്ശി കിടന്ന് ഉറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് അവരുടെ ജനലിലെ ഒരു രൂപം കാണുന്നു. അത് വേറെ ആരുമല്ല, അത് കിച്ചിക്കാവുമാണ്. അങ്ങനെ അവൻ അവിടെ നിന്നിട്ട് എന്നോട് ക്ഷമിക്കണം, എന്നിട്ട് വീണ്ടും ഇവിടെ കുഞ്ഞുങ്ങളുണ്ടോ എന്നെല്ലാം അവനിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും ഇത് കണ്ട ആ ഒരു മുത്തശ്ശി പെട്ടെന്ന് ഞെട്ടി എഴുന്നേറ്റിട്ട്, എന്താ കിച്ചിക്കാവോ നീ ഒരു രാത്രി വന്നിട്ട് ഇതുപോലെല്ലാം ചെയ്യുന്നേ എന്നെല്ലാം ചോദിച്ച് നേരെ അവിടേക്ക് ചെന്നിട്ട് ആ ഒരു ജനലിന്റെ അടുത്തുള്ള തുണി ഇങ്ങനെ മാറ്റുന്നതും അവിടെ കിച്ചിക്കാവോ എന്ന് പറഞ്ഞാൽ അവനെ കാണാനില്ല. പിന്നീടാണ് അവർക്ക് മനസ്സിലാവുന്നത് അതൊരു സ്വപ്നമായിരുന്നു. അതൊരു സ്വപ്നമായിരുന്നു എന്നുള്ള രീതിയിൽ ആ ഒരു മുത്തശ്ശി ഇങ്ങനെ വിചാരിക്കുന്നതും പെട്ടെന്ന് കഥകിൽ ആരോ തട്ടുന്ന ശബ്ദം. അങ്ങനെ ഇതും കൂടി ആവുന്നതും മുത്തശ്ശിക്ക് നല്ല പേടിയായിട്ട് നേരെ ആ ഒരു കഥകിനടുത്തേക്ക് ചെന്ന് അതാരാണെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കാണ് ആ കഥകിനപ്പുറത്ത് നിൽക്കുന്നത് കിച്ചിക്കാവോ ആയിരുന്നു. എന്നിട്ട് അവൻ വീണ്ടും എന്നോട് ക്ഷമിക്കണം എന്നിങ്ങനെ പറയുന്നതും ഈ ഒരു മുത്തശ്ശി അവനോട് പറയും, കിച്ചിക്കാവോ നോക്ക്, ഇത് രാത്രി ടൈമാണ്, എന്തായാലും നമുക്ക് നാളെ രാവിലെ സംസാരിക്കാം
എന്ന് പറഞ്ഞിട്ട് അവനോട് പോയി കിടക്കാനായിട്ട് പറയുന്നതും അവൻ അവിടെ നിന്ന് പോവാണ് ചെയ്യുന്നത്. ശരി, അവൻ പോയല്ലോ എന്നും പറഞ്ഞിട്ട് നേരെ നടന്ന് അവരുടെ റൂമിനടുത്തേക്ക് വരുന്നതും ആഹാ, അത് കാണുമ്പോഴത്തേക്കും ആ മുത്തശ്ശി നല്ല രീതിയിൽ പേടിച്ചു. എന്താണെന്ന് വെച്ചാൽ കിച്ചിക്കാവി ഇപ്പോൾ മുത്തശ്ശിയുടെ റൂമിനകത്ത് നിൽക്കുന്നു. എന്നിട്ട് എന്നോട് ക്ഷമിക്കണം എന്നിങ്ങനെ പറയുന്നതും പെട്ടെന്ന് മുത്തശ്ശി കണ്ണു തുറക്കുമ്പോഴത്തേക്കും ഈ ഒരു കാര്യവും സ്വപ്നം തന്നെയായിരുന്നു. ശരി, ഈ പയ്യനെന്താ എപ്പോഴും എൻ്റെ സ്വപ്നത്തിൽ തന്നെ വരുന്നത് എന്നുള്ള രീതിയിൽ ആ ഒരു മുത്തശ്ശി അവനോട് തന്നെ പോയി ചോദിക്കാം അവൻ റൂമിലുണ്ടോ ഇല്ലേന്ന് അറിയാൻ വേണ്ടി. അതൊരു രാവിലെ സമയമായിരുന്നു. അങ്ങനെ എഴുന്നേറ്റ് അവൻ്റെ റൂമിൻ്റെ ഡോറ് തുറന്ന് നോക്കുന്നതും അവൻ അതിനകത്ത് തൂങ്ങി നിൽക്കുന്നതാണ് ഈ ഒരു മുത്തശ്ശി കാണുന്നത്. അപ്പോൾ ഇതാണ് സത്യത്തിൽ അന്ന് നടന്നത്. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ കൂബോയോട് ആ ഒരു മുത്തശ്ശി പറയുന്നതും ഇപ്പൊ അവന്റെ റൂമിൽ താമസിക്കുന്നത് മറ്റൊരുത്തനാണ്. അവനാണെങ്കിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ അറിയാം, റൂമിൽ ഇതേപോലെ ഒരാൾ തൂങ്ങി മരിച്ചെന്നുള്ളത്. പക്ഷെ അവനൊട്ടും ആ ഒരു കാര്യത്തിലൊന്നും പേടിയില്ല. അതുകൊണ്ടാണ് ആ ഒരു പയ്യൻ ഇപ്പോൾ ധൈര്യമായിട്ട് അവിടെ താമസിക്കുന്നത്. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയ നമ്മുടെ കൂബോ നേരെ നമ്മുടെ ഹീറോയിനെ വിളിച്ചിട്ട് ഒരുപക്ഷെ ഈ ഒരു പയ്യന്റെ കിച്ചിക്കാവ് എന്ന് പറഞ്ഞ ആ ഒരു പയ്യന്റെ ആത്മാവായിരിക്കും എന്നെ ശല്യപ്പെടുത്തുന്നത് എന്നുള്ള സംശയത്തോടെ ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കാണ് ഹീറോയിൻ പറയുന്നത് ഒരിക്കലും അവനാവാൻ ചാൻസ് ഇല്ല. കാരണം നീ നിന്റെ റൂമിൽ കണ്ടതും അതേപോലെ തന്നെ മുകളിലത്തെ അപ്പാർട്ട്മെന്റിൽ താമസിച്ച ആ ഒരു ലേഡി കണ്ടിരുന്നതും ആ കിമോനോ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ട്രഡീഷണൽ ഡ്രസ് ഇട്ട് അത് ഉറപ്പായിട്ട് ഒരു സ്ത്രീയുടെ ആത്മാവാണ്. അവരാണ് നിങ്ങളെ ശല്യപ്പെടുത്തുന്നത്. ഒരുപക്ഷെ നിന്നെ ശല്യപ്പെടുത്തിയതുപോലെ തന്നെ ആ ഒരു പയ്യനെയും ഈ ഒരു ആത്മാവ് ശല്യപ്പെടുത്തിയത് കൊണ്ടായിരിക്കും അവൻ മറ്റൊരു അപ്പാർട്ട്മെന്റിലേക്ക് പോയിട്ട് അവിടെ വെച്ച് തൂങ്ങി മരിച്ചത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അന്വേഷിച്ച് പോകേണ്ടത് ആ ഒരു യഥാർത്ഥ ആത്മാവിന് പിന്നാലെയാണ്. ആ ഒരു സ്ത്രീ ആരാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം എന്ന് പറയുന്നതും നമ്മുടെ കൂബായാലും ഓക്കെ ശരിയെന്നെല്ലാം പറഞ്ഞിട്ട് അവൾ നേരെ അവളുടെ റൂമിലേക്ക് വരുമ്പോഴത്തേക്കാണ് അടുത്ത വീട്ടിലെ പുതുതായിട്ട് വന്ന ആ ഒരു ഫാമിലി ഉണ്ടല്ലോ, അതിൽ ആ ഒരു ലേഡി നല്ല രീതിയിൽ പേടിച്ചിട്ട് വെളിയിലേക്ക് ഇറങ്ങി വന്ന് നമ്മുടെ കൂബയോട് ചോദിക്കും, അല്ല ഇവിടെ അടുത്തെവിടെയെങ്കിലും റൗഡികളോ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ, എന്താ കാര്യം ചോദിക്കുമ്പോഴത്തേക്കാണ് ഇതേപോലെ എന്നെ ഫോണിൽ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിട്ട് നീ വീട്ടിൽ ഒറ്റയ്ക്കാണോ താമസിക്കുന്നത്, നിന്റെ വീട് കത്തിക്കാൻ പോവാണ് എന്നെല്ലാം ഫോണിൽ വിളിച്ചിങ്ങനെ പറയുന്നുണ്ട്. അല്ല ഈ ഒരു റൂമിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഇവിടെ എന്തെങ്കിലും അമാനുഷികമായിട്ട് സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം ആ ഒരു ലേഡി ചോദിക്കുന്നതും ഈ ഒരു കാര്യം മനസ്സിലാക്കി നമ്മുടെ കോബോ നല്ല രീതിയിൽ പേടിച്ചിട്ട് ഹീറോയിനെ വിളിച്ചിട്ട് ഈ ഒരു കാര്യത്തെ പറ്റി അവളോട് പറയാണ്. അപ്പോഴാണ് ഹീറോയിൻ പറയുന്നത്, അപ്പോൾ ഈ ഒരു അമാനുഷികമായിട്ടുള്ള കാര്യം നിനക്ക് മാത്രമല്ല ഈ ഒരു അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്ന എല്ലാവർക്കും സംഭവിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഒരു അപ്പാർട്ട്മെന്റിന്റെ പുറകിലുള്ള ആ ഒരു സ്റ്റോറി അതെന്താണെന്ന് കണ്ടുപിടിക്കണം എന്നുള്ള രീതിയിൽ ഇവർ രണ്ടുപേരും തയ്യാറെടുത്ത് അതിന്റെ പുറകെ ഇപ്പോൾ പോകാൻ പോവാണ്. അതേസമയം തന്നെ കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിൻ ഇപ്പോൾ ഒരു സ്ഥലം നോക്കിയിരുന്നല്ലോ വീട് വയ്ക്കാനായിട്ട്. ആ ഒരു സ്ഥലം അവർ വാങ്ങിയിട്ട് അവിടെ വീട് വയ്ക്കാനുള്ള കാര്യങ്ങൾ അതിന് മുന്നേ തന്നെ അവിടെ പൂജയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യാണ്. അപ്പോഴേക്കും അവർ ഭർത്താവ് അവളോട് ചോദിക്കുന്നുണ്ട്, അല്ല ഇങ്ങനെ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള പ്രധാന കാരണം എന്താണ് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഹീറോയിൻ പറയും, നമ്മൾ ഈ ഒരു സ്ഥലം വാങ്ങുന്നതിന് മുന്നേ ഈ ഒരു സ്ഥലം ഇതിനു മുന്നേ ആരുടെ പേരിലാണോ ഉണ്ടായിരുന്നത് അവരുടെ പരമ്പരയായിട്ട് ഈ ഒരു സ്ഥലത്ത് ജീവിച്ചു വന്നവരായിരിക്കും. അങ്ങനെ മരിച്ചവരുടെ ആത്മാക്കൾക്ക് നിറവേറാത്ത ആഗ്രഹങ്ങളുണ്ടാവും, ചിലപ്പോൾ വേറെ എന്തെങ്കിലും ദേഷ്യങ്ങളുണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലാതാവാൻ വേണ്ടിയിട്ട് ആ ഒരു ആത്മാക്കളെല്ലാം തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പൂജകളെല്ലാം ചെയ്യുന്നത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മുടെ ഹീറോയിനും കൂബോയും ഒരുമിച്ച് നേർക്ക് കണ്ടിട്ട് രണ്ടുപേരും ഒരുമിച്ച് തന്നെയാണ് ഇനി ആ ഒരു കാര്യത്തെ പറ്റി അന്വേഷിക്കുന്നത്. അങ്ങനെ ഇവർ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു അപ്പാർട്ട്മെന്റിനെ പറ്റി അറിയണം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു അപ്പാർട്ട്മെന്റ് ഇവിടെ കെട്ടുന്നതിന് മുന്നേ ഈ ഒരു സ്ഥലത്ത് താമസിച്ചിരുന്നവർ, അതേപോലെ തന്നെ ഈ ഒരു അപ്പാർട്ട്മെന്റിൽ വർഷങ്ങളായിട്ട് താമസിക്കുന്നവർ, അവരെ എല്ലാവരും പിടിച്ചിരുത്തിയിട്ട് അവരുടെ മുന്നിലെ ഈ ഒരു അപ്പാർട്ട്മെന്റ് ബ്ലൂ പ്രിന്റും മറ്റു കാര്യങ്ങളെല്ലാം വെച്ച് അവരോടൊപ്പം ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെ ആ ഒരു ബ്ലൂ പ്രിന്റ് എല്ലാം നോക്കുമ്പോഴത്തേക്കാണ് അതിൽ ഈ ഒരു അപ്പാർട്ട്മെന്റ് കെട്ടുന്നതിന് മുന്നേ 2001 ഈ ഒരു സ്ഥലം ഒരു പാർക്കിംഗ് ഗ്രൗണ്ട് ആയിരുന്നു. അതിനും 10 വർഷങ്ങൾക്ക് മുന്നേ ഇത് വെറും ഒരു തരിശു ഭൂമിയായിരുന്നു. മൊത്തമായിട്ടുള്ള ആ ഒരു സ്ഥലത്ത് ഒരേ ഒരു വീട് മാത്രം. ആ ഒരു അപ്പൂപ്പന്റെ പേര് കൊയ്ഡ എന്നാണ്. ആ ഒരു അപ്പൂപ്പനെ ആയാലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആ ഒരു വീടിനകത്ത് മരിച്ച അവസ്ഥയിലാണ് കണ്ടെത്തിയിട്ടുള്ളത്. അതും ആ ഒരു അപ്പൂപ്പൻ മരിച്ചതിന് ശേഷം 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് വീടിലുള്ള എല്ലാവർക്കും ഈ ഒരു കാര്യം തന്നെ മനസ്സിലായിട്ടുള്ളത്. അപ്പൊ അതിനെപ്പറ്റിയല്ലേ ഇവർ ചോദിക്കുമ്പോഴത്തേക്കും ആ ഒരു അപ്പൂപ്പൻ മരിച്ചതുവരെ ഇവർക്കറിയത്തുള്ളൂ, അല്ലാതെ ആ ഒരു അപ്പൂപ്പൻ ആരാണ്, ഇവിടെ നിന്നാണ് വന്നത് എന്നുള്ള കാര്യങ്ങളൊന്നും ഇവർക്ക് അറിയത്തില്ല. അതിനെപ്പറ്റിയെല്ലാം അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു നാട്ടിലൊരു തലവനുണ്ട്, അയാളെ പോയി കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും എന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും നേരെ അവിടേക്ക് പോവാണ്. അപ്പൊ ആ ഒരു അപ്പൂപ്പനാണെങ്കിൽ മരിച്ചുപോയ ആ ഒരു അപ്പൂപ്പനെ പറ്റി നല്ലതുപോലെ അറിയാം. എന്താണെന്ന് വെച്ചാൽ ആ ഒരു അപ്പൂപ്പൻ യാക്രി വറക്കുന്ന ഒരു അപ്പൂപ്പനായിരുന്നു. യാക്രി സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം എടുത്തുകൊണ്ട് വന്നിട്ട് അതെല്ലാം എടുക്കും. പക്ഷെ അതെന്തിനാണ് ചെയ്യുന്നത്, ആർക്ക് വേണ്ടിയാണ് ചെയ്യുന്നതെന്നും അറിയത്തില്ല. പക്ഷെ എപ്പോൾ കണ്ടാലും ആ ഒരു അപ്പൂപ്പൻ ഇതേപോലെ ആക്രിയെല്ലാം പിറക്കിയിട്ട് അതെല്ലാം കൊണ്ടുവന്ന് തൻ്റെ വീട്ടിൽ തന്നെ സൂക്ഷിച്ചു വയ്ക്കും. ഞങ്ങൾ ആദ്യ കാലഘട്ടത്തിൽ വിചാരിച്ചിരുന്നത് വയസ്സായതുകൊണ്ട് തന്നെ അയാൾക്ക് മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നം കാണും, അതുകൊണ്ടായിരിക്കും ഇങ്ങനെയെല്ലാം ചെയ്യുന്നത് എന്നാണ് ഞങ്ങൾ വിചാരിച്ചിരുന്നത്. അങ്ങനെ ഒരു ദിവസം ഞാൻ വാടക വാങ്ങിക്കാനായിട്ട് ആ ഒരു വീട്ടിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും നല്ല സ്മെല്ലുണ്ടായിരുന്നു. വീടിനകത്താണെങ്കിൽ അയാളെ കണ്ടതുമില്ല. അങ്ങനെ ഈ ഒരു വേസ്റ്റ് എല്ലാം കൊണ്ടുവച്ചതിൻ്റെ അതിൻ്റെ സ്മെല്ലായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ അകത്തേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്കും ഒരിക്കലും അതിൻ്റെ സ്മെല്ലല്ലായിരുന്നു. അകത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ ഞാൻ കാണുന്ന കാഴ്ച എന്താണെന്ന് വെച്ചാൽ അയാൾ അവിടെ മരിച്ചു കിടക്കുന്നതാണ്. ഏകദേശം ഒരു 2 ആഴ്ച കഴിഞ്ഞിരുന്നു, അതുകൊണ്ടാണ് അത്രയും സ്മെല്ലടിച്ചത്. അപ്പോൾ ഇവർ രണ്ടുപേരും ചോദിക്കും, അല്ല അത്രേ അറിയുള്ളൂ,
അയാൾ എന്തുകൊണ്ടാണ് മരിച്ചത് എന്നുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ല എന്ന് ചോദിക്കുമ്പോൾ ഇല്ല മക്കളെ, അത്ര കാര്യങ്ങൾ മാത്രമേ അറിയത്തുള്ളൂ എന്ന് പറയുന്നതും ശരി, അതിന് മുന്നേ അവിടെ ആരെങ്കിലും താമസിച്ചിരുന്നു? ആ ഒരു മുത്തശ്ശൻ അവിടെ താമസിക്കുന്നതിന് മുന്നേ ആരെങ്കിലും അവിടെ താമസിച്ചിരുന്നു എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അയാൾ പറയും അതിന് മുന്നേ അല്ല, അയാളുടെ വീടിന് അടുത്തായിട്ട് തന്നെ മുന്നിൽ 2 വീടുകളുണ്ടായിരുന്നു. അതിലൊരു വീട്ടിലാണെങ്കിൽ ഒരു വയസ്സായിട്ടുള്ള മുത്തശ്ശിയാണ് താമസിച്ചിരുന്നത്. അവരാണെങ്കിൽ എപ്പോഴും ഒരു ഇമാജിനറി പൂച്ചയെ വളർത്തുന്നുള്ള രീതിയിൽ ചെവി തറയിൽ വെച്ചിട്ട് ആ ഒരു പൂച്ചയോട് സംസാരിക്കുന്നത് പോലെ എപ്പോഴും അതുപോലെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അതുപോലെ ഇതിൽ 3ാമതൊരു വീടുണ്ടായിരുന്നെന്ന് പറഞ്ഞിരുന്നല്ലോ. ആ ഒരു വീട്ടിൽ താമസിക്കാനായിട്ട് വരുന്നവര് 1 മാസം അല്ലെങ്കിൽ 2 മാസം അതിൽ കൂടുതൽ എന്തായാലും അവിടെ താമസിക്കത്തില്ല. കാരണം ആ ഒരു വീട്ടിലാണ് അമാനുഷികമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുള്ളത്. കാരണം എന്താണെന്നറിയോ, ആ ഒരു 3ാമത്തെ വീട്ടിലെ അതിന് മുന്നേ താമസിച്ചിരുന്ന ഒരു ഫാമിലിയിൽ ഒരു ചെറിയ പയ്യനുണ്ടായിരുന്നു. ആ ഒരു പയ്യനാണെങ്കിലും ഒരു ഭ്രാന്ത് പിടിച്ചതുപോലെയാണ് എപ്പോഴും പെരുമാറുന്നത്. അവന്റെ അമ്മയെ മുകളിൽ നിന്ന് തള്ളിയിടുക, വീടിന് തീ വയ്ക്കാൻ ശ്രമിക്കുക, അതേപോലെ തന്നെ മറ്റുള്ളവരുടെ വീട്ടിലേക്ക് വിളിച്ചിട്ട് നിങ്ങളുടെ വീട് കത്തിക്കും, നിങ്ങളെല്ലാവരെയും കൊല്ലും എന്നുള്ള രീതിയിൽ മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു പയ്യൻ ചെയ്യുമായിരുന്നു എന്നുള്ള കാര്യം ആ ഒരു 3ാമത്തെ വീടിനെ പറ്റിയുള്ള കാര്യം ഇവരോട് പറയുന്നതും അപ്പോഴാണ് നമ്മുടെ കൂബോയ്ക്ക് ചെറുതായിട്ട് ഒരു കാര്യം മനസ്സിലാവുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇവളുടെ അടുത്ത വീട്ടിൽ താമസിക്കാനായിടുന്ന ആ ഒരു ഫാമിലിയിൽ ആ ഒരു ലേഡി ഉണ്ടല്ലോ, അവരാണെങ്കിലും കൂബോയോട് ഇതിന് മുന്നേ ഈ ഒരു കാര്യമാണ് പറഞ്ഞിരുന്നത്. അവരുടെ വീട്ടിലേക്ക് ഇതേപോലെ ആരോ വിളിച്ചിട്ട് അവരുടെ വീട് കത്തിക്കും, നിങ്ങളെ കൊല്ലും എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞതായിട്ട്. അപ്പൊ ഇതെല്ലാം വെച്ച് നോക്കുമ്പോഴത്തേക്കും ഒക്കായ എന്ന് പറഞ്ഞ ആ ഒരു അപ്പാർട്ട്മെന്റ് ഈ ഒരു സ്ഥലത്ത് കെട്ടുന്നതിന് മുന്നേ ഇവിടെ ഒരു 3 വീടുകളുണ്ടായിരുന്നു. 3 വീട്ടിലും അമാനുഷികമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഇവർ അന്വേഷിച്ചു വന്ന ആ ഒരു ചോദ്യത്തിന് ഉത്തരം ഇവർക്ക് ഇതുവരെയും കിട്ടിയിട്ടില്ല. അപ്പോഴേക്കും അവർ അപ്പൂപ്പനോട് വീണ്ടും ചോദിക്കുന്നുണ്ട്, അല്ല ഈ ഒരു 3 വീടുകൾ ഈ ഒരു സ്ഥലത്ത് കെട്ടുന്നതിന് മുന്നേ അവിടെ എന്തായിരുന്നു എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ആ ഒരു മുത്തശ്ശൻ പറയും, ഇല്ല, ഞാൻ 70s നിന്നിട്ടാണ് ഈ ഒരു സ്ഥലത്ത് താമസിച്ച് തുടങ്ങിയത്, അതിന് മുന്നേ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല എന്നാ ഒരു അപ്പൂപ്പൻ പറയുന്നതും. അപ്പോൾ ഈ ഒരു അപ്പൂപ്പനെ മുന്നേ ഈ ഒരു സ്ഥലത്ത് താമസിച്ചിരുന്ന ആരെങ്കിലും അല്ലെങ്കിൽ അതിനെപ്പറ്റി അറിയാവുന്ന ആരെങ്കിലും ഇവർക്ക് കണ്ടുപിടിക്കണം എന്നുള്ള രീതിയിൽ ഇവരെന്താ ചെയ്യുന്നത് വെച്ചാൽ ആ ഒരു നാട്ടിൽ തന്നെ വയസ്സായിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫർ ഉണ്ടായിരുന്നു, അയാളെ കണ്ടുപിടിക്കും. അങ്ങനെ ആ ഒരു അപ്പൂപ്പനോട് ആ ഒരു 3 വീടുകൾ അവിടെ ഉണ്ടായിരുന്നല്ലോ, അതിനു മുന്നേയും അവിടെ എന്തായിരുന്നെന്ന് ആ ഒരു അപ്പൂപ്പനോട് ചോദിക്കുമ്പോഴത്തേക്കാണ് അതിനു മുന്നേ അവിടെ സംഭവിച്ച ഒരു കാര്യത്തെപ്പറ്റി ഈ ഒരു അപ്പൂപ്പൻ പറയുന്നത്. എന്താണെന്ന് കാണിക്കുമ്പോഴത്തേക്കും ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്ത് ഇങ്ങനെ കാണിക്കണം. അതൊരു പണക്കാരായിട്ടുള്ള ഫാമിലി. അതിലൊരു സ്ത്രീയെ കാണിച്ചിട്ടാണ് ആ ഒരു സ്ത്രീയുടെ പേര് ഇങ്ങനെ പറയുന്നത്. അവരുടെ പേര് ടക്കാന എന്നാണ്. അതുപോലെ ഈ ഒരു ഫാമിലി ഫോട്ടോ എടുത്തിട്ടുള്ളത് ടക്കാന എന്ന് പറഞ്ഞ ആ ഒരു സ്ത്രീയുടെ മകളായിട്ടുള്ള റൈക്കോടെ കല്യാണ സമയത്താണ് എടുത്തിട്ടുള്ളത്. അതുപോലെ അത് ആ ഒരു കല്യാണം കഴിഞ്ഞതിന് ശേഷം ഒരു സംഭവം അവിടെ നടന്നിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ടക്കാന എന്ന് പറഞ്ഞ ഒരു സ്ത്രീ കല്യാണം കഴിഞ്ഞിട്ട് ഈ ഒരു വീട്ടിലേക്ക് വന്നിട്ട് അവരുടെ ഭർത്താവ് ഡ്രസ്സ് മാറാനായിട്ട് മറ്റൊരു റൂമിലേക്ക് പോകുന്ന സമയത്ത് ഇവർ ആ ഒരു റൂമിൽ തൂങ്ങി മരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതും കിമാണോ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ട്രഡീഷണൽ ഡ്രസ്സ് ഇട്ടിട്ടാണ് അവർ തൂങ്ങി മരിച്ചിട്ടുള്ളത്. ഈ ഒരു കാര്യം അവരുടെ ഭർത്താവ് നേരിട്ട് കാണുകയും കൂടി ചെയ്തു. അപ്പോഴേക്കും നമ്മുടെ കൂബോ ആയാലും അവളുടെ റൂമിൽ കണ്ട അതേ ഡ്രസ്സ് ഉണ്ടല്ലോ, ആ ഒരു ഡ്രസ്സ് അവർ തൂങ്ങി ആടുമ്പോഴത്തേക്കും തറയിൽ ഇങ്ങനെ ഇഴയുന്നതായിട്ട് നമുക്കിപ്പോൾ കാണിച്ചു തരുന്നു. അപ്പൊ ഇവിടെ നിന്നാണ് ഇതിനെല്ലാം തുടക്കമെന്ന് ഇവർ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അങ്ങനെയല്ല. ഒരാൾ മരിച്ചു പോയിട്ട് അയാളുടെ ആത്മാവ് മറ്റുള്ളവരോട് പ്രതികാരം ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റുള്ളവരെ ആ ഒരു രീതിയിൽ ശല്യപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ അയാൾ മരിച്ചതിന് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും. പക്ഷെ ഇവരന്വേഷിച്ച് പോയ ആ ഒരു സ്റ്റോറിയിലെല്ലാം അതിലുള്ള ഓരോരുത്തരും തൂങ്ങി മരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അവരിൽ നിന്ന് ഒരിക്കലും ഈ ഒരു സ്റ്റോറി തുടങ്ങുന്നില്ല. അല്ലെങ്കിൽ അവർ മരിക്കുമ്പോഴും അതിന് മുന്നേ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അത് കാരണമാണ് ഇവരെല്ലാവരും ഇങ്ങനെ തൂങ്ങി മരിക്കുന്നത്. ഈ ഒരു ടക്കാന എന്ന് പറഞ്ഞ ലേഡിയാണെങ്കിൽ തൂങ്ങി മരിക്കുകയല്ലേ ചെയ്തത്. അപ്പോൾ അതിനു മുന്നേയും അവർക്ക് പിന്നിലും ഒരു സ്റ്റോറി ഉണ്ടെന്ന് ഇവർക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ടക്കാനെ പറ്റി മനസ്സിലാക്കണം. അങ്ങനെ ടക്കാനെ പറ്റി അറിയാവുന്ന ഒരു ഫാമിലിയെ ഇവർ കണ്ടുപിടിച്ചിട്ട് അവിടെ ചെന്ന് നോക്കുമ്പോഴത്തേക്കാണ് നല്ല വയസ്സായിട്ടുള്ള ഒരു മുത്തശ്ശിയും ആ ഒരു മുത്തശ്ശിയുടെ മകളുമാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. അപ്പൊ അവരോട് ചെന്നിട്ട് അല്ല ടക്കാന എന്ന് പറഞ്ഞ ആ ഒരു സ്ത്രീയെ പറ്റി നിങ്ങൾക്ക് അറിയോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ആ ഒരു ലേഡി പറയും, ആ അറിയാലോ, എന്റെ ഫ്രണ്ട് റൈക്കോയുടെ അമ്മയാണ് ടക്കാന എന്ന് പറയുമ്പോഴത്തേക്കാണ് ടക്കാന എന്ന് പറഞ്ഞ ആ ഒരു സ്ത്രീയുടെ മകളുണ്ടല്ലോ, അവരുടെ കല്യാണമാണ് കഴിഞ്ഞത്. ആ ഒരു റൈക്കോ എന്ന് പറഞ്ഞ സ്ത്രീയുടെ കൂട്ടുകാരിയാണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഈ ഒരു മുത്തശ്ശി. അപ്പൊ ആ ഒരു മുത്തശ്ശിയുടെ ടക്കാനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ പറയാനായിട്ട് പറയുമ്പോഴത്തേക്കാണ് ആ ഒരു മുത്തശ്ശി ഇപ്പോൾ ഒരു കാര്യം പറയുന്നത്. ഒരു ദിവസം ടക്കാന എന്ന് പറഞ്ഞ ആ ഒരു സ്ത്രീയും ഇവരും ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് പെട്ടെന്ന് ടക്കാന എന്ന് പറഞ്ഞ ആ ഒരു സ്ത്രീ പുറകിൽ നിന്നിട്ട്, അല്ല നിനക്ക് എന്തെങ്കിലും കുട്ടികൾ കരയുന്നത് പോലെ ശബ്ദം കേൾക്കുന്നുണ്ടോ? ഒരുപാട് കുട്ടികൾ കരയുന്നുണ്ട്, രക്ഷിക്കണം രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട്. എനിക്കെന്തോ തോന്നുന്നു അടുത്തുള്ള വീട്ടിലെ ആ ഒരു ആൾക്കാർ അവരുടെ കുട്ടികളെ ഉപദ്രവിക്കുന്നെന്ന് എന്നെല്ലാം ടക്കാന ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ കാര്യം എന്താണെന്ന് വെച്ചാല് അവരുടെ വീടിൻ്റെ അടുത്ത് അയൽക്കാരായിട്ട് അങ്ങനെ ആരും താമസിക്കുന്നില്ല. അപ്പൊ അന്ന് ഇങ്ങനെയെല്ലാം സംഭവിക്കാനായിട്ടൊരു കാരണം ഉണ്ടാവുമല്ലോ. അതിനെപ്പറ്റി അവർ ആലോചിച്ച് നോക്കുമ്പോഴത്തേക്കാണ് അതിന് മുന്നേയുള്ള ഒരു ഫ്ലാഷ് ബാക്ക് ഇവരിങ്ങനെ ആലോചിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ടക്കാന എന്ന് പറഞ്ഞ ആ ഒരു സ്ത്രീയുടെ മകള് റൈക്കോ ആ ഒരു മകളുടെ കല്യാണം നടക്കുന്നതിന് മുന്നേ അവള് മറ്റൊരാളായിട്ട് ഇഷ്ടത്തിലായിട്ട് അതിലവർ പ്രഗ്നന്റ് കൂടി ആയിരുന്നു. പക്ഷെ അതെല്ലാം മറച്ചു വെച്ച് ആ ഒരു കുഞ്ഞിനെ അബോർട്ട് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു കല്യാണം തന്നെ നടത്തിയിട്ടുള്ളത്. അങ്ങനെ അതിനുശേഷം ആ ഒരു കുഞ്ഞിന്റെ ആത്മാവാണ് ടക്കാന എന്ന് പറഞ്ഞ ആ ഒരു സ്ത്രീയെ ശല്യപ്പെടുത്തി അവരവസാനം സൂയിസൈഡ് ചെയ്തത് എന്നുള്ള രീതിയിലാണ് ചുറ്റുമുള്ള ആൾക്കാരും ആ ഒരു സമയത്ത് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നുള്ള രീതിയിൽ ആ ഒരു മുത്തശ്ശിയാണെങ്കിൽ അവർക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം പറയുമ്പോഴത്തേക്കും
ഇപ്പൊ ഈ ഒരു സ്റ്റോറിയിൽ ഒരു അവസാനം കണ്ടുപിടിച്ചു. കാരണം ഈ ഒരു സ്റ്റോറിയുടെ തുറക്കം എവിടെ നിന്നാണെന്ന് ഇവർക്കിപ്പോൾ മനസ്സിലായി. എന്താണെന്ന് വെച്ചാലേ, ടക്കാന എന്ന് പറഞ്ഞ ആ ഒരു സ്ത്രീയുടെ മകള് കല്യാണത്തിന് മുന്നേ തന്നെ മറ്റൊരാളായിട്ട് സ്നേഹിച്ച് പ്രഗ്നന്റ് ആയതുകൊണ്ട് തന്നെ ആ ഒരു കുഞ്ഞിനെ അബോർട്ട് ചെയ്തു. അപ്പോൾ ആ ഒരു കുഞ്ഞിന്റെ ആത്മാവാണ് ടക്കാന എന്ന് പറഞ്ഞ ആ ഒരു സ്ത്രീയെ ശല്യപ്പെടുത്തി അവസാനം അവർ സൂയിസൈഡ് ചെയ്തത്. അങ്ങനെ ഈ ഒരു കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് ഇവർ നേരെ നമ്മുടെ കൂബോയുടെ അപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോഴത്തേക്കാണ് മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവളുടെ തൊട്ടടുത്ത് താമസിച്ചിരുന്ന ഒരു ഫാമിലി ഉണ്ടല്ലോ, അവരിപ്പോൾ ഈ ഒരു വീട് മാറി വേറെ എവിടേക്ക് പോയി. അപ്പോൾ നമ്മുടെ ഹീറോയിൻ കൂബോയോട് ചോദിക്കും, അല്ല നീ എപ്പോഴും ഈ ഒരു അപ്പാർട്ട്മെന്റ് മാറുന്നേ എന്നെല്ലാം ചോദിച്ചിട്ട് ഇവര് അന്വേഷിച്ച് കണ്ടുപിടിച്ച ആ ഒരു കാര്യത്തെ പറ്റിയെല്ലാം സംസാരിച്ചിങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ കൂബോ പറയുന്നത്, ഞാൻ എന്ന് മുതലാണോ ആ ഒരു റൂമിൽ ആ ഒരു ഗോസിനെ കണ്ടു തുടങ്ങിയത്, ആ ഒരു സമയം മുതലേ ഇത് സ്റ്റോറേജ് റൂമായിട്ട് ഞാൻ മാറ്റിയിരുന്നു. പിന്നീട് ഞാൻ ഇതങ്ങനെ അധികം തുറക്കാറില്ല എന്നും പറഞ്ഞിട്ട് ആ ഒരു ശബ്ദം കേൾക്കുന്ന ആ ഒരു റൂം ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നതും ഇപ്പോഴാണ് നമ്മുടെ ഹീറോയിനും മനസ്സിലായ കാര്യങ്ങളെല്ലാം കൂബോയോട് പറയുന്നത്. ടക്കാന എന്ന് പറഞ്ഞ ആ ഒരു സ്ത്രീക്ക് കുഞ്ഞുങ്ങൾ കരയുന്ന ശബ്ദം കേട്ടിരുന്നു, അതുകൊണ്ടാണ് അവർ സൂയിസൈഡ് ചെയ്തത്. അതിനുശേഷം അവർക്ക് കേട്ടിട്ടുള്ള അതേ സൗണ്ട് തന്നെയാണ് ആ ഒരു വയസ്സായിട്ടുള്ള മുത്തശ്ശനും കേട്ടിട്ടുള്ളത്. അത് കാരണമാണ് ആ ഒരു മുത്തശ്ശനും ഈ ഒരു ശബ്ദം കേൾക്കുന്നത് നിർത്താൻ വേണ്ടിയിട്ട് ഈ ആക്രിയെല്ലാം കൊണ്ടുവന്ന് അപ്പൂപ്പൻ്റെ വീടിന് ചുറ്റുമായിട്ട് അല്ലെങ്കിൽ ആ ഒരു റൂമിനകത്തെല്ലാമായിട്ട് നിറച്ചിങ്ങനെ വെച്ചത്. എന്നിരുന്നാലും ആ ഒരു ശബ്ദം വീണ്ടും വീണ്ടും കേട്ടതോടെ ആ ഒരു മുത്തശ്ശന് സഹിക്കാൻ കഴിയാതെ ആ ഒരു മുത്തശ്ശനും തൂങ്ങി മരിക്കുമായിരുന്നു. അതിനുശേഷം അടുത്തുള്ള വീട്ടിലെ ആ ഒരു മുത്തശ്ശി ഈ പൂച്ചയെ തേടുന്നത് പോലെ തറയിൽ ചെവി വെച്ച് കേൾക്കുമല്ലോ, ആ ഒരു മുത്തശ്ശിയും ഇതേ സൗണ്ട് തന്നെ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു ശവം കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ പോവുകയും ചെയ്തു. അതിനുശേഷമാണ് ഇവിടെ ഈ ഒരു അപ്പാർട്ട്മെന്റ് കെട്ടിയതും. ഈ ഒരു അപ്പാർട്ട്മെന്റ് കെട്ടിയതിന് ശേഷം ഇവിടെ താമസിക്കുന്നവർക്കും അതേപോലെയുള്ള കാര്യങ്ങൾ ആ ഒരു ശബ്ദം കേൾക്കുന്നത്, ഇങ്ങനെയുള്ള അമാനുഷികമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കാൻ തുടങ്ങിയതും. അപ്പോൾ നീയാണെങ്കിൽ ടക്കാനയുടെ ആ ഒരു ആത്മാവിനെ കണ്ടിട്ടുണ്ട്. ഇതിനു മുന്നേ നിനക്ക് മുന്നേ ഇവിടെ താമസിച്ച ആ ഒരു പയ്യനാണെങ്കിൽ ആ കുഞ്ഞുങ്ങൾ കരയുന്ന ആ ഒരു ശബ്ദവും കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ഹൗസ് ഓണറായിട്ടുള്ള മുത്തശ്ശി ഉണ്ടല്ലോ, അവരോട് പോയിട്ട് നിങ്ങളിവിടെ കുഞ്ഞുങ്ങളെ എന്തെങ്കിലും വളർത്തുന്നുണ്ടോ, അവരെപ്പോഴും ആ ഒരു കരയുന്ന ശബ്ദത്തെ പറ്റിയും എല്ലാം ഇങ്ങനെ ചോദിച്ചിട്ടുള്ളതും. ആ ഒരു ശബ്ദം സഹിക്കാൻ കഴിയാതെയാണ് കിച്ചിക്കാവ് എന്ന് പറഞ്ഞ ആ ഒരു പയ്യനും സൂയിസൈഡ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ഹീറോയിൻ കൂബോയോട് ഇങ്ങനെ പറഞ്ഞിട്ട് അടുത്തായിട്ട് ഈ ഒരു സ്റ്റോറി എഴുതിയിട്ട് അത് പബ്ലിഷ് ചെയ്യാനായിട്ട് ജി എന്ന് പറഞ്ഞ ആ ഒരു ലേഡി ഉണ്ടല്ലോ, അവരെ കണ്ട് അവർക്ക് ഈ ഒരു സ്റ്റോറി ഇങ്ങനെ കൊടുക്കുമ്പോഴത്തേക്കാണ് അവർ ഈ ഒരു സ്റ്റോറി ഇങ്ങനെ വായിച്ചു നോക്കിയിട്ടാണ് പെട്ടെന്ന് അവർക്കൊരു സംശയം, അല്ല ടക്കാന എന്ന് പറഞ്ഞ ആ ഒരു സ്ത്രീ അവർക്ക് കുട്ടികൾ കരയുന്ന ആ ഒരു ശബ്ദം കേട്ടിട്ടാണ് അവർ തൂങ്ങി മരിച്ചത് എന്നല്ലേ നിങ്ങൾ ഈ ഒരു കഥയിൽ പറയുന്നത്. അപ്പോൾ എനിക്കുള്ളൊരു സംശയം എന്താണെന്ന് വെച്ചാൽ, അവരുടെ മകളുടെ വയറ്റിൽ നിന്നും ഒരു കുഞ്ഞിനെ മാത്രമല്ലേ അബോർട്ട് ചെയ്ത് കൊന്നിട്ടുള്ളൂ, പക്ഷേ അവർ കേൾക്കുന്നത് ഒരുപാട് കുഞ്ഞുങ്ങൾ കരയുന്ന ശബ്ദമാണ്. അതെങ്ങനെ ശരിയാവും? ഒരു കുഞ്ഞിനെ കൊന്നിട്ട് ഒരുപാട് കുഞ്ഞുങ്ങൾ കരയുന്ന ആ ഒരു ശബ്ദം എങ്ങനെ അവർക്ക് കേൾക്കാൻ കഴിയും എന്നുള്ളൊരു സംശയം ആ ഒരു സ്ത്രീ ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കാണ് അത് കറക്റ്റായിട്ടുള്ളൊരു പോയിന്റ് അല്ലേ, നിങ്ങൾക്ക് അങ്ങനെ തോന്നില്ലേ? അപ്പോഴേക്കും നമ്മുടെ ഹീറോയും പെട്ടെന്ന് അന്തം വിട്ടിട്ട് ശരിയാണല്ലോ, അങ്ങനെയാണെങ്കിൽ കഥ ഇതുവരെ അവസാനിച്ചിട്ടില്ല എന്നിങ്ങനെ പറയുന്നതും ഇവരുടെ പുറകിലത്തെ ടേബിളിലിരിക്കുന്ന ഒരാൾ പെട്ടെന്ന് ഇവർ പറയുന്ന ആ ഒരു കഥ കേട്ടിട്ട്, ഹേയ് നിങ്ങളിപ്പോൾ എന്ത് പേരാ പറഞ്ഞേ, ടക്കാനാന്നോ എന്ന് പറഞ്ഞ് അയാൾ പെട്ടെന്ന് ഇവരോട് സംസാരിക്കാൻ തുടങ്ങുന്നു. എന്താണെന്ന് വെച്ചാൽ അയാളുടെ പേര് യാഷിക എന്നാണ്. അയാളും ഒരു റൈറ്ററാണ്, അതുപോലെ നമ്മുടെ ഹീറോയിനെ അറിയാവുന്ന ഒരാളും കൂടിയാണ്. എന്നിട്ട് ഇവർ മൂന്നുപേരും ഇപ്പോൾ ഒരേ ടേബിളിൽ ഇരുന്നിട്ട് യാഷിക ഇപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ടക്കാന എന്ന് പറഞ്ഞ ആ ഒരു സ്ത്രീക്ക് മുന്നേ ഉള്ള ഒരുപാട് സ്റ്റോറികളും യാഷികയ്ക്ക് അറിയാൻ. കാരണം അവന് ഇതുപോലെയുള്ളൊരു സ്റ്റോറി എഴുതാൻ വേണ്ടിയിട്ടാണ് അതിനെ പിന്നാലെ ഇങ്ങനെ അന്വേഷിച്ച് നടക്കുന്നത്. അപ്പോൾ അവന് മനസ്സിലായ കാര്യങ്ങളെല്ലാം നമ്മുടെ ഹീറോയിനോട് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ഇവിടെയാണ് നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും പല സത്യങ്ങളും പുറത്തേക്ക് വരുന്നത്. ടക്കാന കേട്ട ആ ഒരു കുഞ്ഞുങ്ങൾ കരയുന്ന ശബ്ദം, അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അതിനു മുന്നേയും ആ ഒരു നാട്ടിൽ ചുറ്റി നടന്ന കുഞ്ഞുങ്ങളെ കൊല്ലുന്ന ഒരു സൈക്കോ കില്ലർ ഉണ്ടായിരുന്നു എന്നിങ്ങനെ അവൻ പറയുന്നതും, എന്ത് കുഞ്ഞുങ്ങളെ കൊല്ലുന്ന സൈക്കോ കില്ലറോ? ആരും എഴുന്നേറ്റ് പോകേണ്ട, വെറുതെ കാണിച്ചതാണ്. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷം കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ കൂബോയെ കാണിക്കാണ്. അവളിപ്പോൾ ആ ഒരു അപ്പാർട്ട്മെന്റിൽ നിന്ന് പുതിയൊരു അപ്പാർട്ട്മെന്റിലേക്ക് താമസം മാറിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഹീറോയിനെ കാണിക്കുമ്പോഴത്തേക്കും അവൾ വാങ്ങിയ ആ ഒരു സ്ഥലത്ത് ഇപ്പോൾ ഒരു പുതിയ വീടും വെച്ച് അതിനകത്ത് തന്നെ ഒരു ഓഫീസും സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവിടെ നിൽക്കുമ്പോഴത്തേക്കാണ് അവൾക്കൊരു കൊറിയർ വരുന്നത്. അത് ആരാണെന്ന് വെച്ചാൽ നമ്മുടെ യാഷികാവ് എന്ന് പറഞ്ഞ ഒരു റൈറ്റർ ഉണ്ടല്ലോ, അയാൾ അയച്ച ഒരു ലെറ്ററാണത്. എന്താണ് ആ ഒരു ലെറ്ററിൽ ഉണ്ടായിരുന്നതെന്ന് വെച്ചാൽ, അയാൾ പറഞ്ഞ ആ ഒരു സൈക്കോ സ്ത്രീയാണല്ലോ, അവരെ പറ്റിയുള്ള കാര്യങ്ങളാണ്. ഇപ്പം ഈ ഒരു സ്റ്റോറി പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മുടെ കോബോ താമസിച്ചിരുന്ന ആ ഒരു അപ്പാർട്ട്മെന്റിൽ അമാനുഷികമായിട്ടുള്ള സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. അതിന് മുന്നേ ആ ഒരു സ്ഥലത്ത് ഒരു 3 വീടുകളുണ്ടായിരുന്നു. ആ വീട്ടിലുള്ളവർക്കും അമാനുഷികമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതിനു മുന്നേയും അവിടെ ടക്കാന എന്ന് പറഞ്ഞൊരു സ്ത്രീയാണ് താമസിച്ചിരുന്നത്. അവർക്ക് ഈ കുട്ടികൾ കരയുന്ന ശബ്ദം ഒരുപാട് കേട്ടിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ കാണാൻ പോകുന്നത് ടക്കാന എന്ന് പറഞ്ഞ ആ ഒരു സ്ത്രീക്ക് മുന്നേ നടന്നിട്ടുള്ള സ്റ്റോറിയാണ്. മിസൈൽ എന്ന് പറഞ്ഞൊരു സ്ത്രീ അതിനു മുന്നേ അവിടെ താമസിച്ചിരുന്നു. 7 തവണയാണ് അവർ കുഞ്ഞുങ്ങളെ പ്രസവിച്ചിട്ടുള്ളത്. പക്ഷെ ആ ഒരു 7 തവണയും ഈ ഒരു കുഞ്ഞുങ്ങളെ ആ ഒരു വീടിന്റെ ബേസ്മെന്റിൽ വെച്ച് തന്നെ കൊല്ലുകയായിരുന്നു ചെയ്തത്. ആ ഒരു രീതിയിലുള്ള ഒരു സൈക്കോ ലേഡിയായിരുന്നു അവർ. അതിനുശേഷം ആ ഒരു സ്ത്രീയെ അറസ്റ്റ് ചെയ്ത് ആ ഒരു വീട് ഇടിച്ച് നിരപ്പാക്കി. പിന്നീട് നടന്ന സ്റ്റോറികളെല്ലാം നമുക്കും അറിയാം. അതുകൊണ്ട് തന്നെ മിസായ എന്ന് പറഞ്ഞ ആ ഒരു സ്ത്രീ കൊന്ന കുഞ്ഞുങ്ങൾ, ആ ഒരു കുഞ്ഞുങ്ങളുടെ അവരുടെ ആ ഒരു ശാപമാണ്
ഇതിനെല്ലാം കാരണം എന്ന് നമ്മുടെ ഹീറോയിൻ കൂബോയോട് ഇപ്പോൾ വിളിച്ച് പറയുന്നതും കൂബോ പെട്ടെന്ന് പറയും, അല്ലെ നമ്മളിപ്പോൾ ഈ ഒരു ഓരോ സ്റ്റോറികളായിട്ട് അന്വേഷിച്ച് പോകുമ്പോഴത്തേക്കും ഇതിനൊരിക്കലും ഒരു അവസാനം ഉണ്ടാവുന്നില്ല. ഇപ്പൊ എനിക്കുള്ളൊരു സംശയം എന്താണെന്ന് വെച്ചാൽ ആ ഒരു സൈക്കോ ലേഡി ഒരു കുഞ്ഞുങ്ങളെ കൊല്ലാനുള്ള കാരണം എന്തായിരിക്കും? ഒരുപക്ഷെ ആ ഒരു സ്ത്രീക്കും ഇതുപോലെ ചില അമാനുഷികമായിട്ടുള്ള ശബ്ദങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിലോ അത് കാരണമായിരിക്കും ആ ഒരു കുഞ്ഞുങ്ങളെ കൊന്നത് എന്നുള്ള രീതിയിൽ നമ്മുടെ ഹീറോയിനോട് ഇങ്ങനെ ചോദിക്കുന്നതും ഹീറോയിൻ പറയും, അത് ശരിയാണ്, അങ്ങനെയാണെങ്കിൽ അതിനെപ്പറ്റി നമുക്ക് അന്വേഷിക്കണം എന്ന് പറയുന്നതും ഇപ്പോൾ നമ്മുടെ കൂബ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ഒരു സൈക്കോ ലേഡിക്ക് മുന്നേ അവിടെ ആരെങ്കിലും ഉണ്ടായിരുന്നോ എന്ന് അവളിങ്ങനെ അന്വേഷിക്കുന്നു. ഇവിടെയാണെങ്കിൽ യഷിക എന്ന് പറഞ്ഞിട്ട് ആ ഒരു റൈറ്റർ ഉണ്ടല്ലോ നമ്മുടെ സൈക്കോ ലേഡിയെ പറ്റി ഹീറോയിനോട് പറഞ്ഞ അയാളും ഇപ്പോൾ നമ്മുടെ ഹീറോയിനെ വന്നിട്ട് കാണുകയാണ്. അങ്ങനെ യാഷികാവും നമ്മുടെ ഹീറോയിനും സംസാരിക്കുമ്പോഴത്തേക്കാണ് യാഷികാവ് ഇപ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ ആ ഒരു സൈക്കോ ലേഡിക്ക് മുന്നേ അവിടെ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ആ ഒരു സമയത്ത് അവിടെ ഒരു പണക്കാര കുടുംബമാണ് താമസിച്ചിരുന്നത്. അതുപോലെ ആ ഒരു കുടുംബത്തിലുള്ള എല്ലാവരും ഭ്രാന്ത് പിടിച്ചതുപോലെയാണ് നടന്നിരുന്നത്. അതിനെല്ലാം കാരണം ആ ഒരു കുടുംബത്തിൽ തന്നെയുള്ള ടോമോ സുബ്രു എന്ന് പറഞ്ഞിട്ടൊരു പയ്യനായിരുന്നു. ആ ഒരു പയ്യനും ഇതുപോലെ പല ശബ്ദങ്ങൾ കേൾക്കുമായിരുന്നു. എല്ലാവരെയും കൊല്ല്, എല്ലാവരെയും ചുട്ടരിക്ക് എന്നുള്ള രീതിയിൽ അവനൊരു ശബ്ദം കേൾക്കുന്നതും അവൻ ആ ഒരു ഫാമിലിയിലുള്ള പലരെയും ഇതുപോലെ ചുട്ടുകൊല്ലാനായിട്ട് ശ്രമിച്ചു. അത് കാരണം ആ ഒരു പയ്യനെ വീടിനകത്ത് തന്നെ ഒരു പ്രത്യേക ജയിലുണ്ടാക്കി അതിനകത്ത് പൂട്ടിയിടുമായിരുന്നു. അതുമല്ല ബാത്റൂമിൽ പോകാൻ പോലും അവനെ വെളിയിൽ ഇറക്കിയിരുന്നില്ല. പകരം ആ ഒരു ജയിലിനുള്ളിൽ തന്നെ അവന് ബാത്റൂം എല്ലാ കാര്യങ്ങളും റെഡിയാക്കി കൊടുത്തിരുന്നു. പക്ഷേ ടോമോ സുബ്രു എന്ന് പറഞ്ഞ ആ ഒരു പയ്യൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ഒരു ബാത്റൂം വഴി തന്നെ അണ്ടർഗ്രൗണ്ടിലൂടെ അടുത്ത വീടുകളിൽ താമസിക്കുന്നവരെല്ലാവരെ കൊല്ലാൻ ശ്രമിക്കുന്നു, ഭീഷണിപ്പെടുത്തുന്നു. പല വീടുകളും തീ വെച്ച് നശിപ്പിക്കാൻ തന്നെ ശ്രമിച്ചിരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആ ഒരു പയ്യൻ ചെയ്യുമായിരുന്നു എന്നുള്ള കാര്യം യാഷികാവോ ഹീറോയിനോട് പറയുമ്പോഴത്തേക്കും ഹീറോയിൻ ഇപ്പോൾ യാഷികാവോ കൊണ്ടുവന്ന ആ ഒരു ഡോക്യുമെന്റ്സ് ഒക്കെ ഉണ്ടല്ലോ, അങ്ങനെ അതെല്ലാം എടുത്ത് ഇങ്ങനെ വായിക്കുമ്പോഴത്തേക്കാണ് അതിലൊരു കാര്യം, ആ ഒരു സൈക്കോ ലേഡി അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന സമയത്ത് ആ ഒരു ലേഡി പറഞ്ഞിരുന്ന കാര്യം, എനിക്ക് ഒരു ശബ്ദം കേട്ടിരുന്നു, എല്ലാവരെയും കൊല്ല്, എല്ലാവരെയും എരിച്ചുകള എന്നുള്ള കാര്യം ഞാൻ കേട്ടിരുന്നു. അതുകൊണ്ടാണ് എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ കൊന്നത്. അതും ആ ഒരു കുഞ്ഞുങ്ങളെല്ലാം കത്തിച്ചാണ് കൊന്നിട്ടുള്ളത് എന്നുള്ള കാര്യം ഹീറോയിൻ അങ്ങനെ വായിക്കുന്നതും ഇതേ ശബ്ദം തന്നെയാണ്, അല്ലെങ്കിൽ ഇതേ ശാപം തന്നെയാണ് ടോമോ സുബ്രു എന്ന് പറഞ്ഞ ആ ഒരു പയ്യനെ കേട്ടിരുന്നത്. അങ്ങനെയാണെങ്കിൽ ടോമോ സുബ്രു എന്ന് പറഞ്ഞ ആ ഒരു പയ്യന് മുന്നേയും ഒരു കഥയുണ്ട്. ഇതിപ്പോ ഒരു കഥയിൽ തുടങ്ങിയിട്ട് ഇതിപ്പോ എത്രാമത്തെ കഥയിലാണ് വന്ന് നിൽക്കുന്നത് തന്നെ നോക്കണം. അപ്പോൾ ഇനി അവസാനമായിട്ട് മനസ്സിലാക്കേണ്ടത് ടോമോ സുബ്രു എന്ന് പറഞ്ഞ ആ ഒരു പയ്യനെ പറ്റിയാണ്. അവന് മുന്നേ നടന്ന എന്തെങ്കിലും ഒരു കാര്യത്തെ പറ്റി നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ഏകദേശം നമ്മൾ ആ ഒരു സ്റ്റോറിയുടെ അവസാനത്തിലേക്ക് എത്തിയെന്നാണ്. അങ്ങനെ നമ്മുടെ ഹീറോയിനും കൂബോയും ടോമോ സുബ്രു എന്ന് പറഞ്ഞ ആ ഒരു പയ്യനുണ്ടല്ലോ അവന്റെ ആ ഒരു കല്ലറയ്ക്ക് അടുത്തേക്ക് പോയി ഇങ്ങനെ നിൽക്കുകയാണ്. അതേ സ്ഥലത്ത് തന്നെ ഈ ഒരു കല്ലറയെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു മഠമുണ്ട്. അങ്ങനെ അവിടേക്ക് ചെന്നിട്ട് ടോമോ സുബ്രു എന്ന് പറഞ്ഞ ആ ഒരു പയ്യനെ പറ്റി എന്തെങ്കിലും അറിയുമെന്ന് അയാളോട് ചോദിക്കുമ്പോഴത്തേക്കാണ് അയാൾ പറയുന്നത്, ടോമോ സുബ്രു എന്ന് പറഞ്ഞ ആ ഒരു പയ്യനെ പറ്റി എനിക്ക് അറിയത്തില്ല, പക്ഷെ അവന്റെ ആ ഒരു ഫാമിലിയെ പറ്റി എനിക്ക് നല്ലതുപോലെ അറിയാം എന്നും പറഞ്ഞിട്ട് ആ ഒരു ടോമോ സുബ്രു എന്ന് പറഞ്ഞ ആ ഒരു പയ്യന്റെ ഫാമിലിയെ പറ്റി ഇയാളിപ്പോൾ പറയാണ്. 1930 കാലഘട്ടങ്ങളിലെ അവരുടെ ഫാമിലിയിൽ എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞിട്ട് ഈ ഒരു മഠത്തിൽ നിന്നും ഒരുപാട് ബുദ്ധന്മാരും എല്ലാവരും അവരുടെ വീട്ടിലേക്ക് പോയിട്ട് ഒരുപാട് പൂജയും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. അത്ര കാര്യങ്ങളെ എനിക്കറിയത്തുള്ളൂ എന്നിങ്ങനെ പറയുന്നതും, ഓക്കെ ശരി, അല്ലെ എവിടെ പോയാണ് ആ ഒരു പൂജയെല്ലാം നടത്തിയിരുന്നത് എന്നിങ്ങനെ ചോദിക്കുന്നതും ഇത്രയും നേരം നമ്മൾ കണ്ടത് ഒരു സ്ഥലത്ത് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നു വിടുന്ന കാര്യങ്ങൾ മാത്രമാണ്. ഇവിടെയാണ് ടോമോ സുബ്രു എന്ന് പറഞ്ഞ ആ ഒരു പയ്യന്റെ ഫാമിലി അവന്റെ പൂർവികരെല്ലാം താമസിച്ചിരുന്നത് ഇവിടെ അടുത്തുള്ളൊരു ഐലൻഡിലാണ്. ആ ഒരു ദ്വീപിൽ നിന്നാണ് ഇവരെല്ലാവരും ഈ ഒരു നാട്ടിലേക്ക് തന്നെ വന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ആ ഒരു ദ്വീപിലുള്ള ഒരു ശാപത്തെയാണ് അവർ ഈ ഒരു നാട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ള കാര്യം നമ്മുടെ ഹീറോയിനും കൂബോയ്ക്കും മനസ്സിലായിട്ട് ഇനി എന്തായാലും ഇത് അവസാനിപ്പിക്കാതെ എവിടെയും നിർത്തത്തില്ല, അത് കണ്ടുപിടിച്ചേ പറ്റുള്ളൂ എന്നും പറഞ്ഞിട്ട് അടുത്തതായിട്ട് ഇവരെല്ലാവരും കൂടി നേരെ ആ ഒരു ദ്വീപിലേക്ക് ചെല്ലാണ്. ഇത്രയും നാൾ ഇവർ കണ്ടുപിടിച്ച ആ ഒരു കഥയും മറ്റു കാര്യങ്ങളെല്ലാം അവിടെ ഇരുന്ന് ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്നു. അങ്ങനെ ഇവർ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കി വരുമ്പോഴത്തേക്കും ആ ഒരു ദ്വീപിലെ ഒരു ഫാമിലി ഉണ്ടായിരുന്നല്ലോ, ആ ഒരു ഫാമിലിയുടെ പേര് ഒക്കിയാമ. ആ ഒരു ഫാമിലിക്കാണെങ്കിൽ ആ ഒരു ദ്വീപില് ഒരു കൽക്കരി തുരങ്കം ഉണ്ടായിരുന്നു. ഈ കൽക്കരിയെല്ലാം മൈൻ ചെയ്തെടുക്കുന്ന ഒരു സ്ഥലം. അങ്ങനെയുള്ളൊരു സമയത്താണ് ആ ഒരു കോൾ മൈനിലെ ഒരു ദിവസം ഒരു വലിയ തീപിടുത്തം സംഭവിക്കുകയും അവിടെ ജോലി ചെയ്തിരുന്ന ഒരുപാട് പേര് ആ ഒരു തീ അപകടത്തിൽ വെന്ത് മരിക്കുകയാണ് ചെയ്തിരുന്നത്. അങ്ങനെ മരിച്ചവരുടെ ആത്മാക്കള് മൊത്തമായിട്ടും ഈ ഒരു ഫാമിലിയെ ശല്യപ്പെടുത്താനായിട്ട് തുടങ്ങിയിരുന്നു. എങ്ങനെയാണെന്ന് വെച്ചാൽ ആ ഒരു കുടുംബത്തിലെ പ്രധാന ആളുടെ ചെവിയില് മരിച്ചുപോയവരുടെ ആത്മാക്കൾ എല്ലാവരും വന്ന് എല്ലാവരെയും കത്തിക്കേ, എല്ലാവരെയും കൊല്ല് എന്നിങ്ങനെ തുടർച്ചയായിട്ട് പറയാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ അയാളുടെ ഫാമിലിയെ മാത്രമല്ലാതെ അയാളുടെ വീട്ടിൽ ജോലി ചെയ്തിരുന്ന എല്ലാവരെയും ചുട്ടുകൊന്നിട്ട് അയാള് മരിച്ചുവാണ് ചെയ്തിരുന്നത്. അപ്പൊ ഈ ഒരു കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് യാഷിക എന്ന് പറഞ്ഞ ഒരു റൈറ്റർ ഉണ്ടല്ലോ, അയാളുടെ ഒരു അസിസ്റ്റന്റ് ഉണ്ട് ഈ ഒരു ദ്വീപില്. അവനാണ് ഇവരോട് ഈ ഒരു കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നത്. ആ ഒരു കുടുംബത്തിലെ പ്രധാന ആളുണ്ടല്ലോ അയാളുടെ മുന്നിൽ ഒരു കത്തി കരിഞ്ഞ രൂപം അത് വന്നിട്ട് എല്ലാവരെയും കൊല്ല്, എല്ലാവരെയും തീ വെച്ച് കൊല്ല് എന്നുള്ള കാര്യം അയാളുടെ മുന്നിൽ വന്ന് പറഞ്ഞതിന് ശേഷമാണ് അയാൾ ഈ ഒരു കാര്യങ്ങളെല്ലാം ചെയ്തത്. അങ്ങനെ ഇതെല്ലാം കേൾക്കുമ്പോഴത്തേക്കും
നമ്മുടെ ഹീറോയും പെട്ടെന്ന് ഷോക്ക് ആവുന്നു. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു മൂവിയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ നമ്മൾ ചെറിയൊരു സ്റ്റോറി കണ്ടിരുന്നല്ലോ. അത് ഹീറോയിൻ ജിയോട് പറയുന്ന ഒരു സ്റ്റോറി ആയിരുന്നു. ആ ഒരു സ്റ്റോറിയിലും ഇതേ സംഭവം തന്നെയാണ് നടന്നിട്ടുള്ളത്. കത്തിക്കരിഞ്ഞൊരു രൂപം ഒരു ചെറിയ പയ്യന്റെ മുന്നിൽ വന്നിട്ട് ഇതേ കാര്യം പറയുന്നത് പോലെ. അപ്പോൾ ജി ആയാലും പെട്ടെന്ന് ഇത് നിന്റെ സ്റ്റോറി പോലെ ഉണ്ടല്ലോ, ഇതെങ്ങനെ സംഭവിച്ചെന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് സാധാരണ നമ്മുടെ ഹീറോയിൻ ഇതേപോലെ സ്റ്റോറി എഴുതുന്നത് അവളുടെ ഫാൻസ് വായനക്കാരുണ്ടല്ലോ അവർക്കും അവരുടെ ജീവിതത്തിൽ ഇതേപോലെ അമാനുഷികമായിട്ടുള്ള സംഭവങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യം ലെറ്ററായിട്ട് നമ്മുടെ ഹീറോയിൻ എഴുതും. അത് വെച്ചിട്ടാണ് നമ്മുടെ ഹീറോയിന് സ്റ്റോറി എഴുതുന്നത്. അങ്ങനെ ഒരാൾ എഴുതിയിട്ടുള്ള ലെറ്ററിലാണ് ഈ ഒരു സ്റ്റോറി അവൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ അത് ആരുടേതാണെന്ന് അഡ്രസ്സ് ഇങ്ങനെ കണ്ടുപിടിക്കുമ്പോഴത്തേക്കാണ് ഇതേ ദ്വീപിൽ തന്നെ ഒരാൾ ഇപ്പോൾ താമസിക്കുന്നുണ്ട്. അയാൾ കുട്ടിക്കാലത്ത് അയാളുടെ റിലേറ്റീവിന്റെ വീട്ടിൽ പോകുമ്പോഴത്തേക്കാണ് ഈ ഒരു കാര്യം സംഭവിച്ചിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ ഹീറോയിൻ നേരെ അയാളെ ചെന്ന് കാണുമ്പോഴത്തേക്കാണ് ഇതാണ് നമ്മൾ സ്റ്റാർട്ടിങ് സീനിൽ ആ ഒരു ചെറിയ പയ്യനെ കണ്ടല്ലോ, ആ ഒരു ചെറിയ പയ്യൻ ഇവനാണ്. അവന്റെ കുട്ടിക്കാലത്ത് നടന്നൊരു കാര്യമാണ് അവൻ ലെറ്ററായിട്ട് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇവർ ചോദിക്കും ശരി ആ ഒരു വീട് എവിടെയാണ് എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കാണ് അവൻ ആ ഒരു വീട് ഇവർക്ക് കാണിച്ചു കൊടുക്കുന്നത്. അതുപോലെ ആ ഒരു മീറ്റിങ്ങിൽ ആ ഒരു അസിസ്റ്റന്റ് പയ്യനുണ്ടല്ലോ അവൻ ഇവരോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു നാട്ടിലെ ഗവൺമെന്റ് തന്നെ ആ ഒരു കുടുംബത്തെ പറ്റി ആരെങ്കിലും അന്വേഷിക്കാൻ വന്നു കഴിഞ്ഞാൽ അതിന് ഈ ഒരു ഗവൺമെന്റ് അവരെ സമ്മതിക്കത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കുടുംബത്തിന് എന്താണോ സംഭവിച്ചത് അതിനെപ്പറ്റി ആരെങ്കിലും അന്വേഷിച്ച് അതെന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ഒരു കുടുംബത്തെ പറ്റി മനസ്സിലാക്കിയവർക്കും അതേ ശാപം തന്നെ കിട്ടുകയും ചെയ്യും. അവരും പിന്നീട് മരിച്ചു പോവാണ് ചെയ്യുന്നത്. അത് ഈ ഒരു നാട്ടിലുള്ള എല്ലാവരും വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ പല കാര്യങ്ങളും സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് അവനിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കാര്യത്തെ പറ്റി നമ്മുടെ ഹീറോയിൻ അറിയാമെങ്കിലും അവൾ അത് വലിയ കാര്യമാക്കത്തില്ല. ഇപ്പൊ ഇവർക്ക് വേണ്ടത് ഈ ഒരു കഥ എവിടെ നിന്നാണ് തുടങ്ങിയത് അത് മാത്രം ഇവർക്ക് മനസ്സിലാക്കിയാൽ മതി. അങ്ങനെ ആ ഒരു തന്റെ കയ്യിൽ നിന്ന് നോക്കിയാനെന്ന് പറഞ്ഞ ആ ഒരു ഫാമിലിയുടെ അഡ്രസ്സ് എല്ലാം കണ്ടുപിടിച്ചിട്ട് ശരി ആ ഒരു വീട്ടിൽ പോയി നമുക്ക് നോക്കാമെന്ന് പറഞ്ഞ് രാത്രി സമയത്ത് യാഷിക എന്ന് പറഞ്ഞ ഒരു റൈറ്റർ, നമ്മുടെ ഹീറോയിൻ കൂബ, പിന്നെ അവന്റെ അസിസ്റ്റന്റ് ഇവർ 4 പേരും കൂടി ചേർന്ന് ആ ഒരു വീടിനകത്തേക്ക് ഇങ്ങനെ പോവാണ്. അങ്ങനെ എല്ലാവരും ഓരോ മുറികളിലായിട്ട് പോയി ഇങ്ങനെ അന്വേഷിക്കുമ്പോഴത്തേക്കും പഴയൊരു വീടാണ്, ഒരുപാട് വർഷമായിട്ട് തുറക്കാതെ കിടക്കുന്നൊരു വീട്. അങ്ങനെ ഇവരെല്ലാവരും നല്ല രീതിയിൽ അന്വേഷിക്കുമ്പോൾ ഇവർക്ക് മറ്റൊരു കാര്യം കൂടി മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ ഈ ഒരു വീട് കെട്ടിയിട്ടുള്ളത് ആ ഒരു കോൾ മൈൻ ഉണ്ടല്ലോ ആ ഒരു മൈനുള്ള സ്ഥലത്തായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു മൈനിൽ മരിച്ചുപോയ എല്ലാവരുടെ ആത്മാക്കൾ ഈ ഒരു വീട്ടിലുള്ള എല്ലാവരെയും ശല്യപ്പെടുത്തിയിട്ടുള്ളതും. അതില്ലാതാക്കാൻ വേണ്ടി അയാള് ഈ ഒരു നാട്ടിലുള്ള ബുദ്ധന്മാരുണ്ടല്ലോ അവരെല്ലാവരെയും വിളിച്ചുകൊണ്ട് വന്ന് ഇവിടെ ഒരുപാട് പൂജയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. പക്ഷെ എന്ത് ചെയ്തിട്ടും ഒരു പ്രയോജനം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വേറെ വഴിയില്ലാതെ ഇയാള് സാത്താനെ വരെ സേവിക്കാൻ തുടങ്ങി. എന്നിട്ട് ഒരു വഴിയില്ലാതെ സ്വന്തം കുടുംബത്തെ കൊല്ലുകയും ചെയ്തു. അതേപോലെ തന്നെ ഒരു കത്തിയെടുത്ത് അയാൾ സ്വയം മരിക്കുമായിരുന്നു. അപ്പോൾ ഇതാണ് ഒക്കിയാന എന്ന് പറഞ്ഞ ആ ഒരു കുടുംബത്തിന്റെ ശാപത്തിന്റെ തുടക്കം. എല്ലാ സ്റ്റോറിയുടെയും തുടക്കം ഇവിടെ നിന്നാണ്. ആ ഒരു കോൾ മൈനിനുള്ളിൽ വെന്ത് മരിച്ച എല്ലാവരുടെ ആത്മാക്കള് അവരുടെ ശാപം മൂലമാണ് ഇതെല്ലാം തുടങ്ങിയത്. അങ്ങനെ ഇപ്പൊ ഈ ഒരു സ്റ്റോറിയുടെ തന്നെ എല്ലാ തുടക്കത്തിലേക്ക് ഇവർ വന്നതിന് ശേഷം എല്ലാവരും തിരിച്ചു പോവുകയും ചെയ്യുന്നു. അത് കഴിഞ്ഞാണ് നമ്മുടെ കൂബോ ഒരിടത്തിരിക്കുമ്പോഴത്തേക്കും അവൾ ടി വിയിലൂടെ ഒരു കാര്യം കാണുന്നത്. എന്താണെന്ന് വെച്ചാല് കൂബയുടെ റൂമിന്റെ തൊട്ടടുത്തായിട്ട് തന്നെ മറ്റൊരു ഫാമിലി താമസിക്കാൻ വന്നിരുന്നല്ലോ. അവരാണെങ്കിൽ പേടിച്ചിട്ട് സ്ഥലം മാറി പോവുകയും ചെയ്തു. അതിൽ ആ ഒരു ഭർത്താവ് തന്റെ ഭാര്യനെയും മകനെ കൊന്നതിന് ശേഷം അവന് സൂയിസൈഡ് ചെയ്യുമായിരുന്നു എന്നുള്ള കാര്യം ഇപ്പോൾ ടി വിയിലൂടെ കാണുകയും ചെയ്യുന്നു. അങ്ങനെ ഈ ഒരു കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം നമ്മുടെ കൂബ ഇപ്പോൾ ഹീറോയിനെ കണ്ടിട്ട് ഞാൻ പുതിയ വീട്ടിലോട്ട് താമസം മാറിയിട്ടുണ്ട്, എന്നിരുന്നാലും എനിക്ക് ആ ഒരു ശബ്ദങ്ങൾ വീണ്ടും കേട്ടുകൊണ്ടേയിരിക്കുന്നു, ഇനി ഞാൻ വേറെ വീട്ടിലേക്ക് മാറണമെന്ന് തോന്നുന്നു എന്നെല്ലാം പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരുപാട് ദിവസം സാധാരണ ഇവർ ജീവിക്കുന്നത് പോലെ തന്നെയാണ് അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ഒരു ദിവസം ഹീറോയിൻ തന്റെ ഓഫീസിൽ നിന്ന് വർക്ക് ചെയ്യുമ്പോഴത്തേക്കാണ് അവളുടെ ഫോണിലേക്ക് ആരെങ്ങനെ വിളിക്കുന്നത്. എടുത്ത് ആരാണെന്ന് ഇങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കും അതിൽ നിന്നൊരു ശബ്ദം എന്താണെന്ന് വെച്ചാല് നിന്റെ വീട് നീ കത്തിക്ക്, എല്ലാവരെയും കൊല്ല് എന്നിങ്ങനെ പറയുന്ന ആ ഒരു ശബ്ദമാണ്. അതേസമയം തന്നെ ആ ഒരു ദ്വീപിൽ ഒരു അസിസ്റ്റന്റ് ഉണ്ടായിരുന്നല്ലോ, അവൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് അവന്റെ സിസ്റ്റത്തില് നീ ഒരു ശാപത്തിനുള്ളിലേക്ക് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിങ്ങനെ എഴുതി കാണിക്കുന്നു. എന്താണെന്ന് വെച്ചാൽ ആ ഒരു കത്തിക്കരിഞ്ഞ രൂപം ആ ഒരു ആത്മാക്കളുണ്ടല്ലോ അത് ഇവനെയും ഫോളോ ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ആ ഒരു ആത്മാക്കള് അവനെയും കൊല്ലാനായിട്ട് ശ്രമിക്കുകയാണ്. അതേസമയം തന്നെ മറ്റൊരുത്തനെയും കാണിക്കുന്നുണ്ട്. നമ്മുടെ ഹീറോയിൻ നമ്മുടെ കൂബോ കിച്ചിക്കാവ് എന്ന് പറഞ്ഞ ഒരുത്തനെ അന്വേഷിച്ച് പോയിരുന്നില്ല, അവൻ തൂങ്ങി മരിച്ചൊരു അപ്പാർട്ട്മെന്റ്. അവിടെയാണെങ്കിൽ ഇതെല്ലാം അറിഞ്ഞിട്ട് ഒരുത്തൻ അവിടെ താമസിക്കുകയും ചെയ്തിരുന്നു. അവന്റെ റൂമിൽ കാണിക്കുമ്പോഴത്തേക്കും അവൻ ഉറങ്ങി കിടക്കുന്ന അതേ സമയത്ത് ആ ഒരു സീലിംഗിൽ കാണിക്കുമ്പോൾ ടക്കാന എന്ന് പറഞ്ഞ ആ ഒരു സ്ത്രീയുടെ ആത്മാവ് അവിടെ തൂങ്ങി നിൽക്കുന്നത് പോലെ ഇങ്ങനെ കാണിക്കുന്നു. ഇവിടെ വെച്ച് ഈ ഒരു സ്റ്റോറിയും ഇപ്പൊ അവസാനിക്കുകയാണ്. ഇപ്പൊ എന്താണ് അവസാനമായിട്ട് ഇതിൽ പറഞ്ഞു വരുന്നത് എന്ന് വെച്ചാല് ആ ഒക്കിയാന എന്ന് പറഞ്ഞ ആ ഒരു ഫാമിലിയെ പറ്റി ആരെങ്കിലും മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആ കോൾ മൈനിൽ മരിച്ചുപോയവരുടെ ശാപം അത് അവർക്ക് കിട്ടും. അതനുസരിച്ചാണ് ഇപ്പോ നമ്മുടെ ഹീറോ കൂബോ ഇവരെല്ലാവരും ആ ഒരു സ്റ്റോറി ഇപ്പോൾ മനസ്സിലാക്കിയല്ലോ. അതുകൊണ്ട് തന്നെ ആ ഒരു ശാപം അവരെ ഫോളോ ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് അവർക്കും ഇനി രക്ഷയില്ല. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതേപോലെ ശബ്ദങ്ങളും എല്ലാം കേൾക്കുന്നുണ്ടെങ്കിൽ ഉഷാറായിരുന്നോ, കാരണം നിങ്ങളെ ആ ഒരു ശാപം പിന്തുടർന്ന് വരുന്നുണ്ട്. നമ്മളും ആ ഒരു ഫാമിലിയെ പറ്റിയുള്ള സ്റ്റോറി ഈ ഒരു മൂവിയിലൂടെ തന്നെ മനസ്സിലാക്കി. അതുകൊണ്ട് കുഞ്ഞുങ്ങൾ കരയുന്ന ശബ്ദം, സീലിംഗിലെ ടക്കാന എന്ന് പറഞ്ഞ ആ ഒരു സ്ത്രീയുടെ ആത്മാവ് ഇതെല്ലാം കാണുന്നുണ്ടെങ്കിൽ പേടിക്കൊന്നും വേണ്ട.